ഹായ്, സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൈക്കിൾസൺ മോർലി എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞ ഹിസ്റ്റോറിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ്. നമ്മൾ ഓൾറെഡി സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയുടെ ഭാഗമായിട്ട് അതിന്റെ രണ്ട് പോസ്റ്റുലേറ്റ്സ് കണ്ടു കഴിഞ്ഞു. ഈ പോസ്റ്റുലേറ്റ്സ് എന്തുകൊണ്ടാണ് വരുന്നത് എന്നുള്ളതിന്റെ തിയററ്റിക്കൽ ആർഗ്യുമെന്റ്സ് ഐൻസ്റ്റൈൻ ഏകദേശം മുന്നോട്ട് വെച്ച രീതിയിലുള്ള തിയററ്റിക്കൽ ആർഗ്യുമെന്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. എന്നിട്ട് നമ്മൾ ഈ പോസ്റ്റുലേറ്റ്സിന്റെ കോൺസിക്വൻസസ് ഉണ്ട്, ലെങ്ത് കോൺട്രാക്ഷൻ, ടൈം ഡൈലേഷൻ എന്നിങ്ങനെ. നമ്മൾ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയുടെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ മൈക്കിൾസൺ മോർലി എക്സ്പെരിമെന്റ് എന്നുള്ളതാണ്. ഈ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി വരുന്നതിന് മുൻപ് തന്നെ നടന്ന ഒരു എക്സ്പെരിമെന്റ് ആണ്. അപ്പോൾ അത് ഈ മൈക്കിൾസൺ മോർലി എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന എക്സ്പെരിമെന്റിന് ഐൻസ്റ്റൈൻ്റെ തിങ്കിങ്ങിൽ എത്രത്തോളം പങ്കുവഹിക്കാനുണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഒരു കാര്യം നമുക്കറിയാവുന്നത്, ഐൻസ്റ്റൈൻ്റെ പേപ്പറിൽ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി മുന്നോട്ട് വെച്ച പേപ്പർ ഉണ്ട്, ഓൺ ദ ഇലക്ട്രോഡൈനാമിക്സ് ഓഫ് മൂവിംഗ് ബോഡീസ്. ആ പേപ്പറിൽ മൈക്കിൾസൺ മോർലി എക്സ്പെരിമെന്റിനെ സ്പെസിഫിക് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടില്ല, അതിനെ സൈറ്റ് ചെയ്തിട്ടില്ല. അത്തരത്തിൽ ചില എക്സ്പെരിമെന്റ്സ് ഉണ്ട് എന്ന് മാത്രം പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. എനിവേ, ഹിസ്റ്റോറിക്കലി വളരെ ഇമ്പോർട്ടൻ്റ് ആണിത്. നമ്മൾ സാധാരണ ടെക്സ്റ്റ് ബുക്കുകൾ എടുത്ത് നോക്കുമ്പോൾ, മെക്കാനിക്സിന്റെ ടെക്സ്റ്റ് ബുക്കുകൾ എടുത്ത് നോക്കുമ്പോൾ ഈ മൈക്കിൾസൺ മോർലി എക്സ്പെരിമെന്റ് അതിന്റെ റിസൾട്ടിൽ നിന്ന് ലൈറ്റിന്റെ സ്പീഡ് കോൺസ്റ്റന്റ് ആണ് എന്ന പോസ്റ്റുലേറ്റ് മുന്നോട്ട് വയ്ക്കുകയാണ് ചെയ്തത്. നമ്മൾ അങ്ങനെ ചെയ്യാത്തതിന്റെ കാരണം, നമ്മൾ നമ്മുടെ ക്ലാസ്സിൽ അങ്ങനെ ചെയ്യാത്തതിന്റെ കാരണം ഐൻസ്റ്റൈൻ്റെ തിങ്കിങ് എക്സാക്ട്ലി അങ്ങനെ അല്ലാത്തതുകൊണ്ടാണ്. എങ്ങനെയാണെങ്കിലും ഈ മൈക്കിൾസൺ മോർലി എക്സ്പെരിമെന്റ് ഹിസ്റ്റോറിക്കലി വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നമുക്ക് ഈ മൈക്കിൾസൺ മോർലി എക്സ്പെരിമെന്റ് എന്താണെന്ന് നോക്കാം. ഓക്കെ, മാക്സ്വെല്ലിന്റെ ഇലക്ട്രോമാഗ്നറ്റിക് തിയറിയെ കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. മാക്സ്വെല്ലിന്റെ ഇലക്ട്രോമാഗ്നറ്റിക് തിയറിയുടെ ഒരു പ്രധാനപ്പെട്ട പ്രഡിക്ഷൻ എന്ന് പറയുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഉണ്ട്, ഇലക്ട്രിക് ഫീൽഡ്സ്, മാഗ്നറ്റിക് ഫീൽഡ്സ് ഉണ്ട്. ഇലക്ട്രിക് ഫീൽഡിലും മാഗ്നറ്റിക് ഫീൽഡിലുള്ള ഡിസ്റ്റർബൻസസ് വേവ് ആയിട്ട് ട്രാവൽ ചെയ്യും. ഈ വേവ്സിന് 3 × 10⁻⁸ മീറ്റർ/സെക്കൻഡ് എന്നുള്ള സ്പീഡാണുള്ളത്. ഇത് മാക്സ്വെല്ലിന്റെ ഇലക്ട്രോ ഡൈനാമിക്സിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രഡിക്ഷൻ ആണ്. ലൈറ്റിന്റെ സ്പീഡും 3 × 10⁻⁸ മീറ്റർ/സെക്കൻഡ് ആണെന്ന് നമുക്കറിയാം. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ലൈറ്റ് ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണ് എന്നുള്ളതാണ്. ഈ ലൈറ്റ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണ് എന്നുള്ളതിന് ഇഷ്ടം പോലെ എവിഡൻസ് ഉണ്ട്. വി നോ നൗ ക്ലിയർലി ദാറ്റ് ലൈറ്റ് ഈസ് ആൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്. ആ സമയത്ത് അറിയാമായിരുന്നു. പക്ഷെ മാക്സ്വെല്ലിന്റെ ഇലക്ട്രോമാഗ്നറ്റിക്സ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ലൈറ്റിന്റെ സ്പീഡ് അല്ലെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന്റെ സ്പീഡ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. ദിസ് ഗിവൺ ബൈ 1/√μ0 ε0. ഇങ്ങനെ ഒരു കോൺസ്റ്റന്റ് ആണ്. μ0യും ε0യും കോൺസ്റ്റന്റ്സ് ആണ്. അപ്പൊ ഇതൊരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. സോ ഈ ഇലക്ട്രോമാഗ്നറ്റിക്സിലെ നിയമങ്ങൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അവിടെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന്റെ സ്പീഡ് എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആണ്. അപ്പൊ നമ്മുടെ ചോദ്യം വരികയാണ്, ദ ക്വസ്റ്റ്യൻ ദാറ്റ് പ്രസന്റ്സ് ഇറ്റ്സെൽഫ് ഈസ് ദ സ്പീഡ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഇസ് 3 × 10⁻⁸ മീറ്റർ/സെക്കൻഡ് എന്ന് പറഞ്ഞല്ലോ. വിത്ത് റെസ്പെക്ട് ടു വാട്ട്? നമ്മൾ ഓൾറെഡി മെക്കാനിക്സിൽ നമുക്കറിയാം, മൂവ്മെന്റ് അല്ലെങ്കിൽ വെലോസിറ്റി പറയുകയാണെങ്കിൽ വി ഹാവ് ടു സേ വിത്ത് റെസ്പെക്ട് ടു സംതിങ്. ഏത് റെഫറൻസ് ഫ്രെയിമിനെ അപേക്ഷിച്ചാണ് ഇത്ര സ്പീഡ്? നമ്മൾ ട്രെയിൻ 60 km/h എന്ന സ്പീഡിൽ മൂവ് ചെയ്യുന്നു നമ്മൾ പറയുകയാണെങ്കിൽ വി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇറ്റ്സ് വിത്ത് റെസ്പെക്ട് ടു പ്ലാറ്റ്ഫോം. ഓക്കെ, ആൻഡ് അതുപോലെ നമ്മൾ ഡ്രൈവ് ചെയ്തു പോവുകയാണ്, 40 km/h പോകുന്നതെന്ന് പറഞ്ഞാൽ റോഡിനെ അപേക്ഷിച്ചാണ്, അല്ലെങ്കിൽ സൈഡിൽ നിൽക്കുന്ന കെട്ടിടങ്ങളെ അപേക്ഷിച്ചാണ്. ദാറ്റ്സ് അണ്ടർസ്റ്റുഡ്, റൈറ്റ്? ബട്ട് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, സ്പീഡ് അല്ലെങ്കിൽ മൂവ്മെന്റ്, മോഷൻ, വെലോസിറ്റി എന്നെല്ലാം പറയുന്നത് ഇറ്റ്സ് ഓൾവേസ് വിത്ത് റെസ്പെക്ട് ടു സംതിങ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ റെഫറൻസ് ഫ്രെയിം മാറ്റുകയാണെങ്കിൽ നമ്മൾ മെഷർ ചെയ്യുന്ന സ്പീഡും ഡിഫറെന്റ് ആയിരിക്കും. ഇത് നമ്മൾ കണ്ടു കഴിഞ്ഞാണ്. സപ്പോസ് യു ഹാവ് ഗോട്ട് എ ട്രെയിൻ മൂവിംഗ് ലൈക്ക് ദിസ് അറ്റ് എ സ്പീഡ് v1. There's another train moving parallel to that with a speed, ഇതിന് പാരലൽ ആയിട്ട് വേറെ ട്രെയിൻ v2 എന്നുള്ള സ്പീഡിൽ, v1-നേക്കാളും കുറഞ്ഞ സ്പീഡിൽ മൂവ് ചെയ്യുന്നുണ്ടെന്ന് കരുതുക, ഇതേ ഡയറക്ഷനിൽ പാരലൽ ആയിട്ട്. അപ്പൊ ഈ v1 v2 എന്ന് പറയുന്നത് പ്ലാറ്റ്ഫോമിനെ അപേക്ഷിച്ചുള്ള ട്രെയിനിന്റെ സ്പീഡാണ്. അതേസമയം നമുക്ക് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാം, ട്രെയിൻ 2-നെ അപേക്ഷിച്ചുള്ള ട്രെയിൻ 1-ന്റെ വെലോസിറ്റി എന്താണ്? നമ്മൾ പറഞ്ഞു പ്ലാറ്റ്ഫോമിനെ അപേക്ഷിച്ച് രണ്ട് ട്രെയിനും v1 v2 എന്നുള്ള സ്പീഡ്സ് ആണുള്ളത് ഇൻ ദ സെയിം ഡയറക്ഷൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ട്രെയിൻ 2-നെ അപേക്ഷിച്ചുള്ള ട്രെയിൻ 1-ന്റെ സ്പീഡ് എന്താണ്? അതായത് ട്രെയിൻ 2-ലുള്ള ഒരു ഒബ്സർവർ മെഷർ ചെയ്യുകയാണെങ്കിൽ ട്രെയിൻ 1-ന് എന്ത് സ്പീഡാണ് കാണാൻ കഴിയുക എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം v1 - v2 എന്നുള്ളതാണ്. ഈ രണ്ട് ട്രെയിനും ഒരേ സ്പീഡിലാണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ, ഒരേ സ്പീഡിലാണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ ഒരു ട്രെയിൻ അപേക്ഷിച്ച് അടുത്ത ട്രെയിൻ റെസ്റ്റിലായിട്ടാണ് കാണപ്പെടുക. ഈ കാര്യങ്ങൾ നമുക്ക് അറിയാവുന്നതാണ്. അപ്പൊ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഒരു ചോദ്യം വരുന്നത്, മാക്സ്വെല്ലിന്റെ തിയറിയിൽ ഇങ്ങനെ ഒരു ചോദ്യം വരുന്നത്, ദ സ്പീഡ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് is 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ഒരു കോൺസ്റ്റന്റ് ആണ്. വിത്ത് റെസ്പെക്ട് ടു വാട്ട്?
വിത്ത് റെസ്പെക്ട് ടു വാട്ട് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായിട്ട് മാക്സ്വെൽ മുന്നോട്ട് വെച്ച ഉത്തരം ഈഥർ എന്നുള്ളതാണ്. ഈഥർ എന്നുള്ളത് മാക്സ്വെൽ ആദ്യമായിട്ട് മുന്നോട്ട് വെച്ച ഐഡിയ ഒന്നുമല്ല. ലൈറ്റ് ഒരു വേവ് ആണെന്ന് തിരിച്ചറിഞ്ഞ കാലം മുതൽ തന്നെ ആൾക്കാർ ഇത് തിയറൈസ് ചെയ്തിരുന്നു. ഈഥർ എന്ന് പറഞ്ഞൊരു മീഡിയം ഉണ്ടായിരിക്കണം എന്നുള്ളത്. ഇതിന്റെ കാരണം അതുവരെ നമുക്ക് അറിയാവുന്ന വേവ്സ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു മീഡിയത്തിലുള്ള മെക്കാനിക്കൽ ഡിസ്റ്റർബൻസസ് ആണ്. ഓക്കെ, ഇപ്പോൾ റബ്ബർ ഷീറ്റിലുള്ള മെക്കാനിക്കൽ ഡിസ്റ്റർബൻസസ്, ഒരു സോളിഡിലുള്ള മെക്കാനിക്കൽ ഡിസ്റ്റർബൻസസ്. ഓക്കെ, അപ്പൊ ഈ രീതിയിലുള്ള മെക്കാനിക്കൽ ഡിസ്റ്റർബൻസസ് ആയിട്ടാണ് അക്കാലം വരെ വേവ്സിനെ മനസ്സിലാക്കിയിരുന്നത്. ലൈറ്റ് ഒരു വേവ് ആണെങ്കിൽ അതിനൊരു മീഡിയം വേണം. ഈ മീഡിയത്തിന്റെ മെക്കാനിക്കൽ ഡിസ്റ്റർബൻസസ് ആയിരിക്കണം നമ്മൾ ലൈറ്റ് എന്ന് പറയുന്ന വേവ്. ഇതായിരുന്നു അന്ന് വരെ കരുതപ്പെട്ടിരുന്നത്. ഈ മീഡിയം, ഈ ഹൈപ്പോത്തറ്റിക്കൽ മീഡിയത്തിന്റെ പേരാണ് ഈഥർ. ഓക്കെ, ഈഥർ ഈ രീതിയിലെല്ലാം ഇത് എഴുതി കാണാറുണ്ട്. അപ്പൊ പല തരത്തിലുള്ള ഈഥർ ഹൈപ്പോത്തസിസ് നിലവിലുണ്ടായിരുന്നു. അപ്പോൾ മാക്സ്വെലിന് സ്വാഭാവികമായിട്ടും ഇതിന്റെ ഉത്തരമായിട്ട് എന്തിനെ അപേക്ഷിച്ചാണ് പ്രകാശത്തിന്റെ വേഗത 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് എന്നുള്ളതിന് തികച്ചും നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഉത്തരമുണ്ട്. അതിന്റെ ഉത്തരം ഇതാണ്: ലൈറ്റ് ട്രാവൽ ചെയ്യുന്ന മീഡിയത്തിനെ അപേക്ഷിച്ചാണ് ലൈറ്റിന്റെ വേഗത 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, ഓൾറൈറ്റ്. അപ്പൊ ഇവിടെ ഈ ലൈറ്റിന്റെ സ്പീഡ് വളരെ ഹ്യൂജ് ആണ്, നമുക്കറിയാം. വളരെ വലിയ സ്പീഡാണ്. അപ്പൊ ഇത് ഈ ഈഥർ എന്നുള്ള മെക്കാനിക്കൽ മീഡിയത്തിന്റെ പ്രോപ്പർട്ടീസ് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ കുറച്ച് കോൺട്രഡിക്ടറി ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് കാണാൻ കഴിയും. അതായത് ഈഥർ എന്ന് പറയുന്ന ഈ ഹൈപ്പോത്തസിസ് കുറച്ച് പ്രോബ്ലമാറ്റിക് ആയിരുന്നു. ഇതിന്റെ ഒരു കാരണം നമ്മൾ മനസ്സിലാക്കിയിരുന്ന പോലെ സൗണ്ട് വേവ് എയറിലുള്ള സൗണ്ട് വേവിന്റെ സ്പീഡ് എന്ന് പറയുന്നത് 330 മീറ്റർ പെർ സെക്കൻഡ് വിത്ത് റെസ്പെക്ട് ടു ദ മീഡിയം. 330 മീറ്റർ പെർ സെക്കൻഡ്. ഓൾറൈറ്റ്, അതൊരു മെറ്റൽ ബാർ നമ്മൾ എടുക്കുകയാണെങ്കിൽ 5000, ഇറ്റ് ഗോസ് ടു 5000 മീറ്റർ പെർ സെക്കൻഡ്. അതായത് നമ്മൾ കാണുന്നത് സൗണ്ടിന്റെ സ്പീഡ് ഓഫ് സൗണ്ട് ഇൻക്രീസസ് വിത്ത് ദ റിജിഡിറ്റി ഓഫ് ദ മെറ്റീരിയൽ. അപ്പൊ ലൈറ്റിന്റെ സ്പീഡ് ഇത്ര ഹ്യൂജ് ആണെങ്കിൽ അതിനർത്ഥം ഈ ഈഥർ വളരെ റിജിഡ് ആയിട്ടുള്ള ഒരു മീഡിയം ആയിരിക്കണം. ഇറ്റ് ഷുഡ് ബി വെരി റിജിഡ്. പക്ഷെ ഇത് ഇത്ര റിജിഡ് ആണെങ്കിൽ നമുക്കറിയാം ഈഥറിൽ കൂടെ പ്ലാനറ്റ്സ് ഒക്കെ മൂവ് ചെയ്യുന്നുണ്ട്. പ്ലാനറ്റ്സ് ആർ മൂവിങ് അറൌണ്ട് ഇൻ ഈഥർ. എവറിത്തിങ് ഇസ് ഹാപ്പനിങ് ഈഥർ. വി ക്യാൻ മൂവ് അറൌണ്ട്. ഇതെല്ലാം സംഭവിക്കുന്നുണ്ട്. അപ്പൊ ഇത് ഇത്ര ഡെൻസ് ആണെങ്കിൽ അല്ലെങ്കിൽ ഇത്ര റിജിഡ് ആണെങ്കിൽ നമ്മൾ എങ്ങനെ ഇതിലൂടെ മൂവ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, സോ ഇറ്റ് ഹാസ് ടു ബി ഇൻസബ്സ്റ്റാൻഷ്യൽ. അതിന്റെ റിജിഡിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഹാസ് ടു ബി ഇൻസബ്സ്റ്റാൻഷ്യൽ ദാറ്റ് ഇറ്റ് ഡിഡ് നോട്ട് ഇന്റർഫിയർ വിത്ത് ദ മോഷൻ ഓഫ് ദ പ്ലാനറ്റ്സ്. അപ്പൊ ഇവിടെ ഒരു ചെറിയ കോൺട്രഡിക്ടറി ആയിട്ടുള്ള കാര്യം വരികയാണ്. ഓൾറൈറ്റ്, ഇറ്റ് ഹാസ് ടു ബി ഇമ്മൻസ്ലി റിജിഡ് to allow light to propagate at 3 × 10⁸ meter per second. Okay, but it has to be insubstantial. Right, and existence നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ അറിയുന്ന പോലുമില്ല. So it has to be insubstantial that it did not interfere with the motion of the planets. Okay, alright. In any case, Maxwell chose this ether as an absolute rest frame in which his laws would be valid. Okay, അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു വാട്ട് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായിട്ട് നമ്മൾ വളരെ സിംപ്ലിഫൈ ചെയ്ത് പറയുകയാണ്. മാക്സ്വെൽ മുന്നോട്ട് വെച്ച ഉത്തരം ഇറ്റ്സ് വിത്ത് റെസ്പെക്ട് ടു ഈഥർ. അപ്പൊ മാക്സ്വെല്ലും അക്കാലത്തുള്ള ആൾക്കാരും വിശ്വസിച്ചിരുന്നത് ഈ മാക്സ്വെല്ലിന്റെ ഇലക്ട്രോഡൈനാമിക്സിലെ നിയമങ്ങൾ, the laws of electrodynamics or Maxwell's equations were valid only in a preferred reference frame. ഈ ഇക്വേഷൻസ് ഒരു പ്രിഫേർഡ് റെഫറൻസ് ഫ്രെയിമിൽ മാത്രമാണ് വാലിഡ് ആയിരുന്നത്. ഇതേതാണ് റെഫറൻസ് ഫ്രെയിം? ഈഥറിനെ അപേക്ഷിച്ചുള്ള റെസ്റ്റിലുള്ള റെഫറൻസ് ഫ്രെയിമിൽ മാത്രമാണ് മാക്സ്വെൽസിന്റെ ഇക്വേഷൻ വാലിഡ് ആയിട്ടുള്ളത് എന്നാണ് അന്ന് കരുതപ്പെട്ടിരുന്നത്. അതായത് ഈഥറിനെ അപേക്ഷിച്ച് മൂവ് ചെയ്യുന്ന ഒരു ഫ്രെയിമിലേക്ക് പോവുകയാണെങ്കിൽ മാക്സ്വെല്ലിന്റെ ഇലക്ട്രോഡൈനാമിക്സിന്റെ നിയമങ്ങൾ ഫോം ചേഞ്ച് ചെയ്യും എന്നാണ് കരുതപ്പെട്ടിരുന്നത്. ഉദാഹരണത്തിന് ലൈറ്റിന്റെ സ്പീഡ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ലോ ഓഫ് പ്രോപ്പഗേഷൻ ഓഫ് ലൈറ്റ് നമുക്ക് വിളിക്കാം. ലോ ഓഫ് പ്രോപ്പഗേഷൻ ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് ലൈറ്റ് ട്രാവൽസ് ഇൻ വാക്വം അറ്റ് 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. നമ്മൾ 2 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിൽ ഈഥറിനെ അപേക്ഷിച്ച്, ഈ ഹൈപ്പോത്തറ്റിക്കൽ ഈഥറിനെ അപേക്ഷിച്ച് മൂവ് ചെയ്യുകയാണെങ്കിൽ, ലൈറ്റിന്റെ ഡയറക്ഷനിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന 1 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് എന്നുള്ള സ്പീഡായിരിക്കും. നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ലൈറ്റ് സ്പീഡ് 1 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് എന്നുള്ള സ്പീഡായിരിക്കും. ഓക്കെ, അതായത് ഈഥറിനെ അപേക്ഷിച്ച് മൂവ് ചെയ്യുന്ന ഫ്രെയിംസിൽ ലോ ഓഫ് പ്രോപ്പഗേഷൻ ഓഫ് ലൈറ്റ് വാലിഡ് അല്ല. വേറെ രീതിയിൽ പറഞ്ഞാൽ ഈഥറിനെ അപേക്ഷിച്ച് മൂവ് ചെയ്യുന്ന റെഫറൻസ് ഫ്രെയിമിൽ മാക്സ്വെൽസിന്റെ ഇലക്ട്രോഡൈനാമിക്സ് നിയമങ്ങൾ വാലിഡ് അല്ല. The laws of electromagnetism or Maxwell's equations were not believed to be valid in other inertial frames which were moving with respect to ether. ഈഥറിനെ അപേക്ഷിച്ച് റെസ്റ്റിലുള്ള പ്രിഫേർഡ് റെഫറൻസ് ഫ്രെയിമിൽ മാത്രമാണ് മാക്സ്വെൽസ് ഇക്വേഷൻസ് വാലിഡ് എന്നാണ് അന്ന് കരുതപ്പെട്ടിരുന്നത്. ഓക്കെ, പക്ഷെ നമ്മൾ മാക്സ്വെല്ലിന്റെ തിയറി എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ മാക്സ്വെല്ലിന്റെ തിയറിയിൽ ഈഥർ ഹൈപ്പോത്തസിസ് വേറെ എവിടെ ആവശ്യം വരുന്നില്ല. ഇത് ആവശ്യം വരുന്ന ഒരേ ഒരു കാര്യം ഈ അബ്സല്യൂട്ട് റെഫറൻസ് ഫ്രെയിം ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ്. So the role of ether in Maxwell's theory is to define this reference frame at absolute rest.
reference frame at absolute rest. Okay. മാക്സ്വെല്ലിന്റെ തിയറി നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ വേറെ എവിടെയും ഈ ഈത്തർ എന്നുള്ള ഇത് ആവശ്യം വരുന്നില്ല. ഈത്തർ എന്നുള്ള കോൺസെപ്റ്റ് ആവശ്യം വരുന്നില്ല. അത് ആവശ്യം വരുന്ന ഒരേ ഒരു പോയിന്റ് അബ്സല്യൂട്ട് റെസ്റ്റിലുള്ള ഒരു റെഫറൻസ് ഫ്രെയിമിനെ ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ്. റൈറ്റ്. ഇപ്പോൾ മാക്സ്വെല്ലിന്റെ തിയറിയിലുള്ള ഈത്തറിന്റെ റോള്, പലയിടത്തും ഈത്തറിന് പല റോളുകളാണുള്ളത്. മാക്സ്വെല്ലിന്റെ തിയറിയിലുള്ള ഈത്തറിന്റെ റോൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ടു ഡിഫൈൻ an absolute rest frame. Okay, and you can describe all motion with respect to ether. You can express all motion with respect to ether. Okay, alright. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇഫ് യു ആർ മൂവിങ്, വി ക്യാൻ ആക്ച്വലി ഫൈൻഡ് ഇഫ് യു ആർ മൂവിങ് വിത്ത് റെസ്പെക്ട് ടു ഇത് നമുക്ക് ഇലക്ട്രോ ഡൈനാമിക്കൽ എക്സ്പീരിയൻസ് നടത്തുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ മെക്കാനിക്സിന്റെ കാര്യം മുൻപ് പറഞ്ഞിരുന്നു. മെക്കാനിക്സിൽ എക്സ്പീരിയൻസ് നടത്തുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല എന്ന് നമ്മൾ ഗലീലിയൻ റിലേറ്റിവിറ്റി ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, പക്ഷേ ഇതൊക്കെ ശരിയാണെങ്കിൽ, ഈത്തർ എന്നുള്ള ഒരു അബ്സല്യൂട്ട് റെസ്റ്റ് ഫ്രെയിം ഡിഫൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മൾ ഈത്തറിലൂടെ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ആ മൂവ്മെന്റ് ഡിറ്റക്ട് ചെയ്യാൻ കഴിയണം. ഇലക്ട്രോ മാഗ്നറ്റിക് എക്സ്പെരിമെന്റ്സ് നടത്തിയാൽ മതി. കാരണം ഈത്തറിനെ അപേക്ഷിച്ച് മൂവ് ചെയ്യാത്ത ഫ്രെയിമിൽ ഇലക്ട്രോ ഡൈനാമിക്സിന്റെ നിയമങ്ങൾ ഒരു പ്രത്യേക രീതിയിലുള്ളതായിരിക്കും. ഈത്തറിനെ അപേക്ഷിച്ച് നമ്മൾ മൂവ് ചെയ്യുകയാണെങ്കിൽ ഇലക്ട്രോ ഡൈനാമിക്സിന്റെ നിയമങ്ങൾ ചേഞ്ച് ചെയ്യും. അപ്പോൾ ഈ നിയമങ്ങളിൽ വരുന്ന ചേഞ്ചിലൂടെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? നമ്മുടെ മൂവ്മെന്റ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അല്ലെങ്കിൽ നമ്മൾ ഏത് സ്പീഡിലാണ് ഈത്തറിനെ അപേക്ഷിച്ച് മൂവ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ ശരിക്കും നമുക്കറിയാം എർത്ത് ഈത്തറിലൂടെ മൂവ് ചെയ്യുന്നുണ്ട്. സ്പെസിഫിക്കലി ഏത് ഇലക്ട്രോമാഗ്നറ്റിക് എക്സ്പെരിമെന്റ് നടത്തണം എന്ന് ചോദിക്കാൻ നമുക്ക് ലൈറ്റിന്റെ സ്പീഡ് മെഷർ ചെയ്ത് നോക്കാം. നമ്മൾ റെസ്റ്റിലാണെങ്കിൽ ലൈറ്റിന്റെ സ്പീഡ് 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും വിത്ത് റെസ്പെക്ട് ടു ഈത്തർ. If you are at rest with respect to ether, the speed of light has to be 3 × 10⁸ meter per second according to Maxwell. Okay, ether എന്നുള്ള ഹൈപ്പോത്തസിസ് ശരിയാണെങ്കിൽ, if you are moving with respect to ether, you will measure a different speed for light. അപ്പോൾ ലൈറ്റിന്റെ സ്പീഡ് മെഷർ ചെയ്യുന്നതിലൂടെ ഈത്തറിലൂടെയുള്ള നമ്മുടെ സ്പീഡ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയും. ഉദാഹരണത്തിന് നമുക്കറിയാം earth is moving around. Okay, so what we can do is that we can find the speed of light in the direction of motion of earth. Alright, earth ഈ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. If it's moving in this direction with respect to sun, right, നമുക്ക് ലൈറ്റിന്റെ സ്പീഡ് ഈ ഡയറക്ഷനിൽ മെഷർ ചെയ്യാം, അതായത് എർത്തിന്റെ മൂവ്മെന്റിന് പാരലൽ ഡയറക്ഷനിലും എർത്തിന്റെ മൂവ്മെന്റിന് പെർപെൻഡിക്കുലർ ഡയറക്ഷനിലും മെഷർ ചെയ്യാം. നമ്മുടെ മൂവ്മെന്റ് കാരണമുള്ള ചേഞ്ച് വരുന്നത് എർത്തിന്റെ ഡയറക്ഷന് പാരലൽ ആയിട്ടുള്ള ഡയറക്ഷനിൽ മാത്രമാണ്. പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയറക്ഷനിൽ ചേഞ്ച് ഒന്നും വരുന്നില്ല. ഓക്കെ, അപ്പൊ ഇതാണ് ശരിക്കും മൈക്കിൾസൺ മോർലി എക്സ്പെരിമെന്റിന്റെ ബേസിക് ആയിട്ടുള്ള ഐഡിയ. ഇറ്റ് ഇൻവോൾവ്സ് measuring. Okay, ഡയറക്റ്റ് ആയിട്ട് നമ്മൾ മെഷർ ചെയ്യുന്നില്ല, ബട്ട് ഇറ്റ് ഇൻവോൾവ്സ് ദ മെഷർമെന്റ് ഓഫ് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് എർത്ത് ആൻഡ് ഇൻ ദ ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് എർത്ത്. റൈറ്റ്, എന്നോട് പറയാം, എർത്ത് ഈ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. Right, what you do is that you measure the speed of light in this direction, the direction parallel to the movement of earth, and you measure the speed of light in the direction perpendicular to the direction of motion of earth. Right, ഇപ്പോൾ വെലോസിറ്റി അഡീഷൻ, നമ്മൾ ഗലീലിയൻ വെലോസിറ്റി അഡീഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ എർത്തിന്റെ ഡയറക്ഷന് പാരലൽ ആയിട്ടുള്ള ഡയറക്ഷനിലുള്ള സ്പീഡ് ചേഞ്ച് ചെയ്യും. ഓക്കെ, കാരണം ലൈറ്റിന്റെ സ്പീഡ് സിയും എർത്തിന്റെ സണ്ണിന് ചുറ്റുമുള്ള ഈത്തറിലൂടെയുള്ള മൂവ്മെന്റിന്റെ സ്പീഡ് വിയും ആണെങ്കിൽ, right, okay, so let's put this as the speed of light. This is the speed of earth, okay, through ether. This is the speed of earth through ether around the sun. All right, ഇത് v ആണെങ്കിൽ ഈ ഒബ്സർവർ കാണുന്ന സ്പീഡ് c - v ആയിരിക്കണം. All right, അതേസമയം this is the direction parallel to the direction of motion. All right, അതേസമയം നമ്മൾ ഈ ഡയറക്ഷനിലാണ് മെഷർ ചെയ്യുന്നതെങ്കിൽ, ഈ ഡയറക്ഷനിലാണ് ലൈറ്റിന്റെ സ്പീഡ് മെഷർ ചെയ്യുന്നെങ്കിൽ സി എന്നുള്ളത് തന്നെ കിട്ടണം. ഓക്കെ, അപ്പോൾ ഈ വെലോസിറ്റി ഇത്ര ഹ്യൂജ് വെലോസിറ്റിയാണ്, എർത്തിന്റെ വെലോസിറ്റി വളരെ കുറവാണ് വെൻ കമ്പയർ ടു സ്പീഡ് ഓഫ് ലൈറ്റ്. ഓക്കെ, അതുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് നമുക്കിത് ഈ സ്പീഡ് മെഷർ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. പ്രിസൈസ് ആയിട്ട് മെഷർ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അതിനുവേണ്ടി ആൽബർട്ട് മൈക്കിൾസൺ ഒരു ഇൻജീനിയസ് ആയിട്ടുള്ള എക്സ്പെരിമെന്റ് മുന്നോട്ട് വെച്ചു. അതിന്റെ റിഫൈൻഡ് വേർഷനാണ് നമ്മൾ ഇന്ന് മൈക്കിൾസൺ മോർലി എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. നമ്മൾ എക്സ്പെരിമെന്റിന്റെ ഒരുപാട് ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. ഇത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തത്, എങ്ങനെയാണ് ലൈറ്റിന്റെ സ്പീഡ് ഇൻ എഫക്റ്റ് നമുക്ക് മെഷർ ചെയ്യാൻ കഴിയുക, അല്ലെങ്കിൽ എർത്തിന്റെ സ്പീഡ്, ഈത്തറിലൂടെയുള്ള എർത്തിന്റെ സ്പീഡ് എങ്ങനെയാണ് നമുക്ക് മെഷർ ചെയ്യാൻ കഴിയുക എന്നുള്ളതിന്റെ ഒരു എക്സ്പെരിമെന്റൽ അറേഞ്ച്മെന്റും അതിന്റെ കാൽക്കുലേഷൻസുമാണ് നമ്മൾ കാണാൻ പോകുന്നത്. Alright, so Michelson devised an experiment to use this fact to find the velocity of the earth through ether. Okay, the idea was based on the supposition that light would travel at different speeds in the direction of motion of earth
and in the direction perpendicular to the Earth's motion around the sun. Okay, ഞാനിപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ്. You measure the essence of the idea is to measure the speed of light in the direction of motion of Earth and in the direction perpendicular to the direction of motion of Earth. Okay. Okay. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആൽബർട്ട് മൈക്കിൾസൺ ഡിവൈസ് ചെയ്തത് ഒരു ഇന്റർഫെറോമീറ്റർ ആണ്. അതായത് ഇന്റർഫറൻസ് ഉപയോഗിച്ചാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇന്റർഫറൻസ് ഇങ്ങനെയുള്ള ഒപ്റ്റിക്സുമായിട്ട് നിങ്ങൾക്ക് ചെറിയൊരു ഫെമിലിയാരിറ്റി ഉണ്ടെന്നാണ് ഞാൻ അസ്യൂം ചെയ്യുന്നത്. I hope that you are already familiar with interference. Alright. അപ്പോൾ നമുക്കറിയാം ഒരു പോയിന്റിൽ കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ആണോ ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ആണോ എന്നുള്ളത് ആ പോയിന്റിൽ എത്തുന്ന ലൈറ്റ് ബീംസിന്റെ പാത്ത് ഡിഫറൻസിനെ ഡിപ്പെൻഡ് ചെയ്യും. പാത്ത് ഡിഫറൻസ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഉണ്ട്, എത്ര ദൂരം സഞ്ചരിക്കുന്നു. അപ്പോൾ പാത്ത് ഡിഫറൻസിനെ ഡിപ്പെൻഡ് ചെയ്യും. ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ കൺസ്ട്രക്റ്റീവ് ആണോ ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ആണോ അല്ലെങ്കിൽ ബ്രൈറ്റ് ഫ്രിഞ്ച് ആണോ ഡാർക്ക് ഫ്രിഞ്ച് ആണോ ഉണ്ടാകുന്നത് എന്നുള്ളത് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ പാത്ത് ഡിഫറൻസ് ബിറ്റ്വീൻ ദ ലൈറ്റ് ബീംസ് റീച്ചിങ് ദിസ് പോയിന്റ്. ഓക്കെ, പാത്ത് ഡിഫറൻസിൽ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് ഇറ്റ് കുഡ് ഓൾസോ ബി ദ ടൈം ഡിഫറൻസ്. ടൈം ഡിഫറൻസ് നമുക്ക് പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നതിനെ ടൈം ഡിഫറൻസ് എന്ന് വേണമെങ്കിലും പറയാം. അതായത് ഒരു പോയിന്റിൽ കൺസ്ട്രക്റ്റീവ് ആണോ ഡിസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ആണോ കൺസ്ട്രക്റ്റീവ് ഇന്റർഫറൻസ് ആണോ എന്നുള്ളത് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ടൈം ഡിഫറൻസ് ബിറ്റ്വീൻ ദ ബീംസ്. ഓക്കെ, രണ്ട് ബീംസ് ഇവിടെ വരികയാണ്, അല്ലെങ്കിൽ നമ്മളൊരു സോഴ്സ് എടുക്കുകയാണ്. വി ആർ ടേക്കിംഗ് 2 സോഴ്സസ് ഫോർ എക്സാമ്പിൾ. ഓക്കെ, നമ്മൾ ഒരു സോഴ്സിനെ തന്നെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റിൽ. ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ ബ്രൈറ്റ് ഫ്രിഞ്ച് ആണോ ഡാർക്ക് ഫ്രിഞ്ച് ആണോ എന്നുള്ളത് ഈ സോഴ്സിൽ നിന്ന്, ഇതിനെയാണ് നമ്മൾ സെക്കൻഡറി സോഴ്സ്, ഇതിനെയാണ് നമ്മൾ സോഴ്സ് ആയിട്ട് രണ്ട് ഡിഫറെന്റ് സോഴ്സ് ആയിട്ട് എടുക്കുന്നത്. സോഴ്സിൽ നിന്ന് ഈ പോയിന്റിലേക്കുള്ള ടൈം ഡിഫറൻസ് okay ഇതിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. Okay, so if you know the time difference, if the time difference is 0 and if it's perfectly coherent and all that, you see a bright fringe at the center. You'll see a bright fringe at the center. They'll constructively interfere. Right? അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം ഒരു പോയിന്റിൽ ബ്രൈറ്റ് ഫ്രിഞ്ച് ആണോ ഡാർക്ക് ഫ്രിഞ്ച് ആണോ എന്നുള്ളത് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ടൈം ഡിഫറൻസ്. ടൈം ഡിഫറൻസ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇവിടെ നിന്ന് ഈ പോയിന്റിലേക്ക് എത്താൻ എടുക്കുന്ന സമയം, ഇവിടെ നിന്ന് ഈ പോയിന്റിലേക്ക് എത്താൻ എടുക്കുന്ന സമയം, ഇതിന്റെ ഡിഫറൻസ്. Right? നമ്മൾ path difference എന്നുള്ള രീതിയിലായിരിക്കും മുൻപ് പറഞ്ഞിട്ടുണ്ടാവുക. But it's the same as time difference. Right? If you know the path difference, you know the time difference, etc. Right? Okay. So ഈ ചിത്രത്തിൽ കാണുന്ന എക്സ്പെരിമെന്റൽ അപ്പാരറ്റസ് ആണ് മൈക്കിൾസൺസ് ഇന്റർഫെറോമീറ്റർ. Right? So ഇതൊരു യൂഷ്വൽ ഇന്റർഫെറോമീറ്റർ ആണ്. ഇപ്പോൾ ഇവിടെ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു സോഴ്സിൽ നിന്നുള്ള ലൈറ്റിനെ തന്നെ നമ്മൾ കൊഹിറന്റ് സോഴ്സ് ആക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത് രണ്ട് സെപ്പറേറ്റ് സ്ലിറ്റ്സിലൂടെ കടത്തിവിടുകയാണ് ചെയ്യുന്നത്. ഇവിടെ അതിന് പകരം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സെമി സിൽവേർഡ് മിറർ ആണ്. അതായത് ഇവിടെ ഡബിൾ സ്ലിറ്റ് അറേഞ്ച്മെന്റിന് പകരം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സെമി സിൽവേർഡ് മിറർ ആണ്. അതായത് നമുക്ക് ഒരു ലൈറ്റ് സോഴ്സിൽ നിന്നുള്ള ലൈറ്റിനെ തന്നെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്ക് കൊഹിറന്റ് ആയിട്ടുള്ള സോഴ്സ് കിട്ടുള്ളൂ, കൊഹിറന്റ് ആയിട്ടുള്ള രണ്ട് സോഴ്സ് കിട്ടുള്ളൂ. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഒരു സെമി സിൽവേർഡ് മിറർ ആണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. സെമി സിൽവേർഡ് മിറർ. സെമി സിൽവേർഡ് മിറർ ഉപയോഗിക്കുന്ന സമയത്ത് ലൈറ്റ് സോഴ്സിൽ നിന്നുള്ള ലൈറ്റ് സെമി സിൽവേർഡ് മിററിൽ ഹിറ്റ് ചെയ്യുമ്പോൾ ഹാഫ് ഓഫ് ഇറ്റ് വിൽ ഗോ ഇൻ ദിസ് ഡയറക്ഷൻ ആൻഡ് ഹാഫ് ഓഫ് ഇറ്റ് വിൽ ഗോ ഇൻ ദിസ് ഡയറക്ഷൻ. ഹാഫ് വിൽ ബി റിഫ്ലെക്റ്റഡ് ആൻഡ് ഹാഫ് വിൽ ബി ട്രാൻസ്മിറ്റഡ്. ഹാഫ് വിൽ ബി റിഫ്ലെക്റ്റഡ് and half will be transmitted. Okay, അപ്പോൾ ഈ റിഫ്ലെക്റ്റഡ് ലൈറ്റും ട്രാൻസ്മിറ്റഡ് ലൈറ്റും നമുക്ക് രണ്ട് ഡിഫറെന്റ് സോഴ്സസ് ആയിട്ട് യൂസ് ചെയ്യാം. ഇതിനെ ഇന്റർഫിയർ ചെയ്യിച്ചാൽ മതി. ഇത് ഒരേ സോഴ്സിൽ നിന്ന് വന്ന രണ്ട് ലൈറ്റ് ബീംസ് ആണ്. ഇപ്പോൾ റിഫ്ലക്ഷൻ കാരണമുള്ള ഫേസ് ഡിഫറൻസ് മാനേജ് ചെയ്യാൻ നമുക്ക് വേറെ കോമ്പൻസേറ്ററി മിറേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ബട്ട് വി ഡോണ്ട് ഗോ ഇൻ ടു സോ മച്ച് ഡീറ്റെയിൽ. എസെൻഷ്യൽ ഐഡിയ ഇസ് ദാറ്റ് യു ടേക്ക് എ ലൈറ്റ് സോഴ്സ്, light from this light source is passed through a semi-silvered mirror. Semi-silvered mirror kadanu പോകുമ്പോൾ half of it will be transmitted and half will be reflected. Okay, now these two reflected and transmitted beam can be taken as two separate sources. Okay, just like we do in the Young's double slit experiment. Okay, alright. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് തിരിച്ച് നമ്മൾ ഇന്റർഫിയർ ചെയ്യിക്കുക? ട്രാൻസ്മിറ്റഡ് ലൈറ്റ് ബീം M1 എന്നുള്ള മിററിൽ തട്ടി തിരിച്ചു വരും. Alright, reflected light beam M2 എന്നുള്ള മിററിൽ തട്ടി തിരിച്ചു വരും. Okay, these are coherent sources again. അപ്പോൾ ഈ തിരിച്ചു വരുന്ന ബീമിനെ നമുക്ക് ഇവിടെ വെച്ച് കമ്പൈൻ ചെയ്യാം. വീണ്ടും ഈ തിരിച്ച് M1 നിന്ന് തട്ടി തിരിച്ചു വരുന്നത് ഈ സെമി സിൽവേർഡ് മിററിൽ നിന്ന് അതിന്റെ പകുതി ഇങ്ങോട്ട് ട്രാൻസ്മിറ്റ് ആണ്, ടെലിസ്കോപ്പിലേക്ക് ട്രാൻസ്മിറ്റ് ആണ്. ടെലിസ്കോപ്പ് അവിടെ സ്ക്രീനോ എന്ത് വേണമെങ്കിലും നമുക്ക് വെക്കാം. ഓക്കെ, അപ്പോൾ ടെലിസ്കോപ്പിന്റെ ക്രോസ് വയർ ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ഇതിന്റെ മെഷർമെന്റ്സ് എടുത്ത് ഓർ യു കുഡ് ആക്ച്വലി പുട്ട് സ്ക്രീൻസ് ഹിയർ. അപ്പോൾ M1 നിന്ന് റിഫ്ലക്ട് ചെയ്യുന്ന ലൈറ്റ് തിരിച്ച് ഈ സെമി സിൽവേർഡ് മിററിലെത്തി ആൻഡ് ദെൻ ഇറ്റ് റിഫ്ലെക്ട്സ് ടു ദ ടെലിസ്കോപ്പ്. അതുപോലെ M2 നിന്ന് വരുന്ന ലൈറ്റ് വീണ്ടും ഈ സെമി സിൽവേർഡ് മിററിലെത്തി അതിന്റെ പകുതി റിഫ്ലക്ട് ചെയ്തു, ബട്ട് ദ അതർ ഹാഫ് വിൽ ഗെറ്റ് ട്രാൻസ്മിറ്റഡ് ടു ദിസ് ടെലിസ്കോപ്പ്. അപ്പോൾ ഈ M1 നിന്ന് വരുന്ന ലൈറ്റും M2 നിന്ന് വരുന്ന ലൈറ്റും
M1 നിന്ന് വരുന്ന ലൈറ്റ് ഈ സെമി സിൽവേർഡ് മിററിൽ നിന്ന് റിഫ്ലക്ട് ചെയ്ത് ടെലിസ്കോപ്പിലേക്ക് പോകും. M2 നിന്ന് വരുന്ന ലൈറ്റിന്റെ പകുതി ട്രാൻസ്മിറ്റ് ചെയ്ത് ടെലിസ്കോപ്പിലേക്ക് പോകും. അപ്പോൾ ഇത് രണ്ട് കൊഹിയറന്റ് സോഴ്സസ് നിന്നുള്ള ലൈറ്റ് ബീംസ് ആണ്. ആൻഡ് ദെൻ വി ക്യാൻ ഹാവ് ഇന്റർഫറൻസ് പാറ്റേൺ. നമ്മൾ ടെലിസ്കോപ്പിലൂടെ നോക്കുമ്പോൾ കാണുന്ന ലൈറ്റ് ബീം എന്ന് പറയുന്നത് ഇതിന്റെ സൂപ്പർപോസ്ഡ് ആയിട്ടുള്ള ലൈറ്റ് ബീം ആയിരിക്കും, അല്ലെങ്കിൽ ഇന്റർഫറൻസ് കഴിഞ്ഞ ലൈറ്റ് ബീം ആയിരിക്കും. ദിസ് ദ ബേസിക് ഐഡിയ ഓഫ് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപൊസിഷൻ. രണ്ട് വേവ്സ് ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ എത്തുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ കാണുന്ന വേവിന്റെ ഇന്റൻസിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കാണുന്ന വേവിന്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ മീഡിയമാണ് എടുക്കുന്നതെങ്കിൽ ആ മീഡിയത്തിന്റെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ വേവ്സ് കാരണം ഡിസ്പ്ലേസ്മെന്റിന്റെ വെക്ടർ സം ആയിരിക്കും. ഇത് ഇന്റർഫറൻസ് തിയറിയിൽ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്. അതിനാണ് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപൊസിഷൻ എന്ന് പറയുന്നത്. ഇൻ എനി കേസ് വി സീ ദിസ് ഹിയർ. നമുക്ക് ഇവിടെ സ്ക്രീൻ വയ്ക്കാം, എന്നിട്ട് സ്ക്രീനിലുള്ള പാറ്റേണിനെ വേണമെങ്കിൽ ടെലിസ്കോപ്പ് ഉപയോഗിച്ച് കാണാം. ഇൻ എനി കേസ് വി ക്യാൻ സി ആൻ ഇന്റർഫറൻസ് പാറ്റേൺ. നമ്മൾ കാണുന്നത് ഇതിന്റെ രണ്ടിന്റെയും ഈ ഇവിടെ എത്തിയ രണ്ട് ബീംസിന്റെയും ഇന്റർഫറൻസ് കഴിഞ്ഞ ബീമിനെയാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. Alright. So this is called an optical interferometer. It's equivalent to this double slit, Young's double slit. Okay. In idea, right? കാരണം ഇവിടെ രണ്ട് കേസിൽ ഉപയോഗിക്കുന്നത് ഒരു ലൈറ്റ് സോഴ്സിൽ നിന്നുള്ള ലൈറ്റിനെ രണ്ട് ബീംസ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. So as shown in the drawing, light from a source is split into two beams by a semi-silvered mirror M-semi. Okay, that reflects half the light and transmits half. Okay, so half of the beam from the light source travels straight ahead on path 1. ഇതിനെ നമുക്ക് path 1 എന്ന് വിളിക്കാം. ഈ ആം, ഇതിനെ ഇന്റർഫെറോമീറ്ററിന്റെ രണ്ട് ആംസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ this will call it as arm A and this would be arm B. Okay, all right, passing through M-semi until it is reflected by mirror M1. So this goes like this, gets reflected by mirror M1. It then returns to mirror M-semi, the semi-silvered mirror, and half is reflected to the observer. Half of it is reflected to the observer. The remainder of the beam from the light source is gone. All right, we don't collect that. Okay. And the remainder of the beam from the light source is the half that is reflected by M2 along path 2. Right, M2 ൽ നിന്ന് റിഫ്ലക്ട് ചെയ്യുന്ന വരുന്ന ലൈറ്റിന്റെ പകുതി അത് ഇങ്ങോട്ടെത്തും. ഈ രണ്ട് ബീംസ് ആണ് നമ്മൾ ഇന്റർഫിയർ ചെയ്യുന്നത്. ഈ രണ്ട് ബീംസിന്റെ ഇന്റർഫറൻസ് ആണ് നമ്മൾ കാണുന്നത്. ഓക്കെ, അപ്പൊ ഇനീഷ്യലി നമുക്കറിയാം, ഇനീഷ്യലി ലൈറ്റ് ബീമിന് ഒരു ഇന്റൻസിറ്റി ഉണ്ടെങ്കിൽ, ഇവിടെ എത്തിയപ്പോൾ ഇങ്ങോട്ട് റിഫ്ലക്ട് ചെയ്ത് പകുതിയാണ്. ഓക്കെ, അപ്പൊ ഇന്റൻസിറ്റി പകുതിയായി. റൈറ്റ്, ഇവിടെ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് വീണ്ടും പകുതി നഷ്ടപ്പെട്ടു. റൈറ്റ്, അപ്പോൾ ഓരോ ബീമിന്റെ ഇന്റൻസിറ്റി എന്ന് പറയുന്നത് ഇനീഷ്യൽ ഇന്റൻസിറ്റിയുടെ 4/1 Okay, it will be 1/4 of the initial intensity. Okay, all right. So repeating the things that we said roughly. Remember from optics, all right, if you have learned some optics, you remember that whether it's a bright or a dark fringe at a given point depends on the travel times or path difference between the beams at that point. Okay, according to ether hypothesis, the speed of light changes. Right, optics in നമുക്ക് അറിയാവുന്നതാണ്. ഇനി ether hypothesis ശരിയാണെങ്കിൽ the speed of light changes in the direction parallel to the earth's motion and remains the same in the direction perpendicular to the earth's motion. Right, അപ്പോൾ earth മൂവ് ചെയ്യുന്നത് ഈ ഡയറക്ഷനിലാണ് വരുന്നത്. If earth is moving in this direction, അതായത് നമ്മൾ ആം എ ആണ് എർത്തിന്റെ ഡയറക്ഷന് പാരലായിട്ട് അലൈൻ ചെയ്തിരിക്കുന്നത്. എർത്തിന്റെ മൂവ്മെന്റിന്റെ ഡയറക്ഷന് പാരലായിട്ട് അലൈൻ ചെയ്തിരിക്കുന്നത്. റൈറ്റ്, അപ്പോൾ നമ്മൾ ഈ ഫ്രെയിമിൽ നിന്നുകൊണ്ട് നമ്മൾ ലൈറ്റിന്റെ സ്പീഡ് വി ആണ്, എർത്തിന്റെ സ്പീഡ് വി ആണെങ്കിൽ ഇങ്ങനെയാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ ലൈറ്റിന്റെ സ്പീഡ് ഈ ഡയറക്ഷനിൽ പോകുന്ന ലൈറ്റിന്റെ സ്പീഡ് c - v ആയിരിക്കും. മിററിൽ നിന്ന് തിരിച്ചു വരുന്ന ലൈറ്റിന്റെ സ്പീഡ് c + v ആയിരിക്കും. Right, it's just Galilean law for addition of velocities. Right, അതായത് ലൈറ്റിന്റെ പാരലായിട്ട് ഈ കേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ മൂവ് ചെയ്യുന്നത് v എന്ന് പറയുന്നത് എർത്തിന്റെ സ്പീഡാണ്. നമ്മൾ മൂവ് ചെയ്യുന്നത് ലൈറ്റിന്റെ ഈ സോഴ്സിൽ നിന്നുള്ള ലൈറ്റിന്റെ പാരലായിട്ടാണ്. അങ്ങനെയാണെങ്കിൽ ലൈറ്റിന്റെ സ്പീഡ് c ആണ് ഈതറിനെ അപേക്ഷിച്ച്, നമ്മുടെ സ്പീഡ് v ആണ്. റൈറ്റ്, ഈതർ എല്ലായിടത്തും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഡയറക്ഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ലൈറ്റിന്റെ സ്പീഡ് നമ്മൾ കാണുന്നത് c - v എന്നുള്ള ഡയറക്ഷനിലായിരിക്കും. ഇനി ഈ മിററിൽ നിന്ന് തിരിച്ചു വരുന്നതാണെങ്കിലോ ഇറ്റ് വിൽ ബി c + v. അതായത് ഈ ഡയറക്ഷനിലുള്ള ലൈറ്റിന്റെ സ്പീഡ് ചേഞ്ച് ചെയ്യും. അതേസമയം ഈ പെർപെൻഡിക്കുലർ ഡയറക്ഷനിലുള്ള ലൈറ്റിന്റെ സ്പീഡ് ചേഞ്ച് ചെയ്യില്ല. അതും ഗലീലിയൻ ലോ ഫോർ അഡീഷൻ ഓഫ് വെലോസിറ്റീസ് എന്ന് നമുക്കറിയാം. ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ദ പെർപെൻഡിക്കുലർ ഡയറക്ഷൻ ഡസ് നോട്ട് ചേഞ്ച്. ഓക്കെ, ഇനി ഈ രണ്ട് ആംസിനും ഒരേ ലെങ്ത് ആണെങ്കിലും ലൈറ്റിന്റെ സ്പീഡ് ഒരു ഡയറക്ഷനിൽ ചേഞ്ച് ചെയ്യും, വേറെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് ഈ ബീംസ് തമ്മിലൊരു പാത്ത് ഡിഫറൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ടൈം ഡിഫറൻസ് ഉണ്ടാവും.
അതായത് ടെലിസ്കോപ്പിൽ എത്തുന്നതിന് മുമ്പ് ഒരു ബീം മറ്റൊരു ബീമിനേക്കാളും കൂടുതൽ സമയം ട്രാവൽ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ കൂടുതൽ ദൂരം ട്രാവൽ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ദിസ് ഇസ് ദ ബേസിക് ഐഡിയ. So this would cause a time difference between the beams along the two paths. The time difference decides whether the center fringe is dark or bright. Okay, all right. By trying different orientations of the apparatus, we can create different time differences and hence shift the interference pattern. Okay, interference pattern നമുക്ക് ഷിഫ്റ്റ് ചെയ്യാം. എങ്ങനെ? ഈ ടൈം ഡിഫറൻസ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയും. ഇപ്പോൾ നമ്മളിവിടെ ഓറിയന്റ് ചെയ്ത് ആം എ ഇൻ ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് എർത്ത്, ആം ബി ഇൻ ദ ഡയറക്ഷൻ പെർപെൻഡിക്കുലർ ടു ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് എർത്ത്. ഓക്കെ, നമ്മൾ ഇനി പാരലൽ ഡയറക്ഷനും പെർപെൻഡിക്കുലർ ഡയറക്ഷനും മാത്രം പറയാം. എർത്തിന്റെ മോഷൻ അപേക്ഷിച്ചാണ് പറയുന്നത്, മനസ്സിലാക്കിയാൽ മതി. ഇനി ഈ ഓറിയന്റേഷൻ മാറ്റി നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇത് നേരെ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുക. ഓക്കെ, ഫുൾ അപ്പാരൻസ് 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുക. ഇപ്പൊ എന്ത് സംഭവിച്ചു? ആം ബി ആണ് ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് എർത്ത്, അല്ലെങ്കിൽ എർത്തിന്റെ ഡയറക്ഷൻ ഓഫ് മോഷനിലുള്ളത്. ആം എ എന്ന് പറയുന്നത് അതിന്റെ പെർപെൻഡിക്കുലർ ഡയറക്ഷനിലാണുള്ളത്. ആം ബി പാരലൽ ഡയറക്ഷനിലും ആം എ പെർപെൻഡിക്കുലർ ഡയറക്ഷനിലും എന്ത് ചെയ്താൽ ഇതിനെ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ, അപ്പൊ ഈ കേസിലുള്ള ടൈം ഡിഫറൻസും ആദ്യത്തെ കേസിലുള്ള ടൈം ഡിഫറൻസും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ രണ്ട് കേസിലുള്ള ഈ ഫ്രിഞ്ചിന്റെ പൊസിഷൻ മാറ്റം ഉണ്ടാവും. ഒരു പോയിന്റിലുള്ള ഫ്രിഞ്ചിന്റെ വൈറ്റ് ഫ്രിഞ്ചിന്റെ പൊസിഷൻ വ്യത്യാസമുണ്ട്, ഡാർക്ക് ഫ്രിഞ്ചിന്റെ പൊസിഷനും വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, ദിസ് വിൽ ബി ഡിഫറെന്റ്. വി ക്യാൻ എക്സ്പ്ലോയിറ്റ് ദിസ്. ഫ്രിഞ്ച് എത്രത്തോളം ഷിഫ്റ്റ് ചെയ്തു, 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഫ്രിഞ്ച് എത്രത്തോളം ഷിഫ്റ്റ് ചെയ്തു എന്നുള്ളതിൽ നിന്ന് നമുക്ക് നമ്മുടെ മൂവ്മെന്റ് എർത്തിന്റെ വെലോസിറ്റി, ഈതറിലൂടെയുള്ള എർത്തിന്റെ വെലോസിറ്റി കണ്ടുപിടിക്കാൻ കഴിയും, എർത്തിന്റെ സ്പീഡ് കണ്ടുപിടിക്കാൻ കഴിയും. ദിസ് ഇസ് ദ ബേസിക് ഐഡിയ. Okay, all right. So the amount of shift in the interference pattern can be measured, and using formulas from optics, we can find the speed of Earth through ether. This is the whole idea behind Michelson Morley experiment. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ. രണ്ട് സെപ്പറേറ്റ് ടൈം ഡിഫറൻസ് എക്സ്പ്ലോർ ചെയ്യാണ്, രണ്ട് എക്സ്ട്രീം ആയിട്ടുള്ള ടൈം ഡിഫറൻസസ് എക്സ്പ്ലോർ ചെയ്യാണ്. അതായത് നമുക്ക് പാത്ത് എ ഉണ്ട്, പാത്ത് ബി ഉണ്ട്. ഓക്കെ, ഈ പാത്ത് എയിൽ നിന്നും പാത്ത് ബിയിൽ, പാത്ത് എ പാത്ത് ബി എന്നീ പാത്ത്സിലൂടെ വരുന്ന ലൈറ്റ് ബീമിന് ഡിഫറെന്റ് ടൈം ഡിഫറൻസസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. എന്ത് ചെയ്താൽ മതി? മൈക്കിൾസൺ മോർലി എക്സ്പെരിമെന്റ് അല്ലെങ്കിൽ ഇന്റർഫെറോമീറ്റർ റൊട്ടേറ്റ് ചെയ്താൽ മതി. ഇന്റർഫെറോമീറ്റർ ഡിഫറെന്റ് ആംഗിൾസിൽ വെക്കുന്നതിലൂടെ നമുക്ക് ഡിഫറെന്റ് ടൈം ഡിഫറൻസസ് എക്സ്പ്ലോർ ചെയ്യാൻ കഴിയും. ഡിഫറെന്റ് ടൈം ഡിഫറൻസസ് ആണെങ്കിൽ ഒപ്റ്റിക്സിൽ നമുക്കറിയാം ഈ ഫ്രിഞ്ചിന്റെ പൊസിഷനും ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, ഇപ്പൊ ഫ്രിഞ്ചിന് ഈ ഡിഫറെന്റ് ഓറിയന്റേഷൻസ് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഈ ഫ്രിഞ്ചിന്റെ പൊസിഷൻ എത്രത്തോളം ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന് നോക്കുന്നതിലൂടെ നമുക്ക് എർത്തിന്റെ മോഷൻ കണ്ടുപിടിക്കാൻ കഴിയും. ഓക്കെ, അല്ലെങ്കിൽ ജനറലി ഫ്രിഞ്ച് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈതറിലൂടെയുള്ള എർത്തിന്റെ മൂവ്മെന്റ് നമ്മൾ ഡിറ്റക്ട് ചെയ്തു എന്ന്. ഫ്രിഞ്ച് ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഡിഫറെന്റ് ഓറിയന്റേഷൻസിൽ ഫ്രിഞ്ച് ഡിഫറെന്റ് സ്ഥലത്തേക്ക് മാറുന്നുണ്ടെങ്കിൽ we can say that we have detected the movement of Earth through ether. Okay, all right. Let's go into the actual calculation now. All right. So first we suppose that the laboratory moves through the ether with speed v, okay, and that arm A lies in the direction of motion while arm B is perpendicular. Right, ആദ്യം നമ്മൾ അസ്യൂം ചെയ്യുന്ന, ആദ്യം നമ്മൾ എടുക്കുന്ന ഓറിയന്റേഷൻ arm A is in the direction of motion, the parallel direction, and arm B is in the perpendicular direction. All right, here is our telescope. All right. Now, according to the ether hypothesis, an observer moving toward the source of light signal with speed v will observe the signal to travel with speed c plus v, while the motion away from the source gives you speed c minus v. ഇത് നമ്മൾ ട്രെയിനിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ രണ്ട് ട്രെയിൻ ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നതെങ്കിൽ ഒരു ട്രെയിൻ അപേക്ഷിച്ച് മറ്റൊരു ട്രെയിനിന്റെ സ്പീഡ് അറിയണമെങ്കിൽ you have to add these velocities. If they are in the same direction, you have to subtract. Okay, all right. ഇനി ലെങ്ത് ഓഫ് ദ ആംസ്, ഈ ആംസിന്റെ ലെങ്ത് എന്ന് പറയുന്നത് രണ്ടും ഈക്വൽ ലെങ്ത്തിൽ എടുക്കാം, ഡിഫറെന്റ് ലെങ്ത് വേണമെങ്കിലും എടുക്കാം. We can take it, in this case we'll take it as equal length, and then you calculate the time interval for the light to go from m semi to m1 and return along arm A. Okay, all right. അതായത് നമ്മൾ ആദ്യം അസ്യൂം ചെയ്യുന്നത് എർത്തിന്റെ മൂവ്മെന്റിന്റെ ഡയറക്ഷനിലുള്ളത് ആം എ ആണ്. റൈറ്റ്, ആം എ ഇസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് എർത്ത്സ് മൂവ്മെന്റ്. റൈറ്റ്, അങ്ങനെയാണെങ്കിൽ ഇത് എൽ എന്നുള്ള ഡിസ്റ്റൻസ് ആണ്. ഈ പാത്ത് ലെങ്ത് എന്ന് പറയുന്നത് എൽ ആണ്. ഇന്റർഫെറോമീറ്ററിന്റെ ആമിന്റെ ലെങ്ത് എന്ന് പറയുന്നത് എൽ ആണ്. റൈറ്റ്, അപ്പൊ ഈ ഡയറക്ഷനിൽ പോകുന്ന ലൈറ്റിന്റെ സ്പീഡ് എർത്തിന്റെ ഡയറക്ഷൻ ഓഫ് മോഷൻ തന്നെ ആയതുകൊണ്ട് സി മൈനസ് വി ആയിരിക്കും. അതേസമയം തിരിച്ചു വരുന്നതിന്റെ സ്പീഡ് സി പ്ലസ് വി ആയിരിക്കും. റൈറ്റ്, അപ്പൊ പോയി തിരിച്ചു വരുമ്പോൾ, പോയി തിരിച്ചു വരാൻ എടുക്കുന്ന സമയമാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്.
അപ്പോൾ ആദ്യം എൽ എന്നുള്ള ഡിസ്റ്റൻസ് ഇങ്ങോട്ട് ട്രാവൽ ചെയ്യുന്നുണ്ട്, അതിനെടുക്കുന്ന സമയം എൽ ഡിവൈഡഡ് ബൈ സി മൈനസ് വി ആയിരിക്കും. ശരിയല്ലേ? ഓക്കെ, കാരണം ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്പീഡ്. അതേസമയം തിരിച്ചു വരുന്ന ലൈറ്റ് ബീം തിരിച്ച് ഇവിടെ എത്താൻ എടുക്കുന്ന സമയം എൽ ഡിവൈഡഡ് ബൈ സി പ്ലസ് വി ആയിരിക്കും. അപ്പോൾ ടോട്ടൽ സമയം എന്ന് പറയുന്നത് എൽ ഡിവൈഡഡ് ബൈ സി മൈനസ് വി പ്ലസ് എൽ ഡിവൈഡഡ് ബൈ സി പ്ലസ് വി എന്നുള്ളത് ആയിരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് ഈ കേസിലുള്ള ട്രാവൽ ടൈം, പാത്ത് എയിലൂടെയുള്ള ട്രാവൽ ടൈം നമ്മൾ എടുക്കുന്നത് എൽ ഡിവൈഡഡ് ബൈ സി മൈനസ് വി പ്ലസ് എൽ ഡിവൈഡഡ് ബൈ സി പ്ലസ് വി എന്ന് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, സോ ദിസ് യു ക്യാൻ ആഡ്. നമ്മൾ എൽ സി എം എടുത്ത് ആഡ് ചെയ്യുകയാണെങ്കിൽ യു സീ ദാറ്റ് ദിസ് ഈക്വൽ ടു എൽ ഇൻറ്റു സി പ്ലസ് വി പ്ലസ് എൽ ഇൻറ്റു സി മൈനസ് വി ഡിവൈഡഡ് ബൈ സി സ്ക്വയർ മൈനസ് വി സ്ക്വയർ. ഓക്കെ, യു സീ ദാറ്റ് ദിസ് ടേം ഗെറ്റ്സ് ക്യാൻസൽഡ്, എൽ വി മൈനസ് എൽ വി ഗെറ്റ്സ് ക്യാൻസൽഡ്. നമുക്ക് ഇവിടെ ഉള്ളത് സി പ്ലസ് വിയും സി മൈനസ് വിയും ആണ്. സോ ഇറ്റ് ഈസ് 2lc divided by c square minus v square. Okay, 2lc divided by c square minus v square. Alright. അപ്പോൾ ഇവിടെ നമ്മൾ c square പുറത്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ഇനി ഇങ്ങനെ എഴുതാം 2lc divided by c square into 1 minus v square by c square. We can cancel this, so it is 2l divided by c into 1 by square root of, so there's no square root, 1 divided by 1 minus v square by c square. Okay, clear? Alright. ഇത് എന്താണ്? ദിസ് ഇസ് ദ ടൈം ടേക്കൺ ടുവേർഡ്സ് ദ മിറർ M1. ദിസ് ഇസ് ദ ടൈം ടേക്കൺ ഇൻ ദ റിട്ടേൺ ജേർണി. ഓക്കെ, ഇത് ഡിഫറെൻ്റ് ആവാൻ കാരണം ലൈറ്റിൻ്റെ സ്പീഡ് നമ്മൾ അസ്യൂം ചെയ്യുന്നത് റിലേറ്റീവ് ആണെന്നുള്ളതാണ്. ഓക്കെ, സി ഇസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് വിത്ത് റെസ്പെക്ട് ടു ഈതർ, ദിസ് ഇസ് അവർ സ്പീഡ്, ഓക്കെ, എർത്ത് സ്പീഡ് വിത്ത് റെസ്പെക്ട് ടു ഈതർ. So if you are moving in the same direction, the speed will be c minus v. If you are moving in opposite directions, the speed would be c plus v. Okay, അപ്പോൾ ഈ രണ്ട് ജേർണിക്കുള്ള ടൈം എടുത്ത് നമ്മൾ ആഡ് ചെയ്യാണ്. L divided by c minus v plus L divided by c plus v. ഓക്കെ, അപ്പോൾ ഇത് ഒരു പാത്തിലൂടെ എ എന്നുള്ള പാത്തിലൂടെ സഞ്ചരിക്കുന്ന ബീം എടുക്കുന്ന ടൈമാണ്, ടോ എന്നാണ് നമ്മൾ ഇതിനെ എഴുതുന്നത്. ഇനി ബി എന്നുള്ള പാത്തിലൂടെ സഞ്ചരിക്കുന്ന ബീം ഓക്കെ എത്രത്തോളം സമയം എടുക്കുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. റൈറ്റ്, അപ്പോൾ അതിന് നമ്മൾ കുറച്ചുകൂടെ കെയർഫുൾ ആയിരിക്കണം. ഓക്കെ ഓക്കെ ബിഫോർ ദാറ്റ് ലെറ്റ്സ് ഇത് ആക്ച്വലി നമുക്കറിയാം. സോ ബിഫോർ ഗോയിങ് ഇൻ ടു പാത്ത് ബി ലെറ്റ്സ് സിംപ്ലിഫൈ ദിസ് എ ലിറ്റിൽ ബിറ്റ്. ഓക്കെ, പാത്ത് ബിയുടെ കാര്യത്തിലേക്ക് പോകുന്നതിന് ജസ്റ്റ് സിംപ്ലിഫൈ ചെയ്യാം. ഇവിടെ നമുക്ക് ബൈനോമിയൽ എക്സ്പാൻഷൻ അല്ലെങ്കിൽ ടൈലർ സീരീസ് എക്സ്പാൻഷൻ ഉപയോഗിക്കാം. ബിക്കോസ് വി നോ ദാറ്റ് വി ഇസ് മച്ച് ലെസ് ദാൻ സി. ഓക്കെ, എർത്തിന്റെ സ്പീഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് മച്ച് ലെസ് ദാൻ ദ സ്പീഡ് ഓഫ് ലൈറ്റ് എനിവേ ത്രൂ ഈതർ. Alright, so v is much less than c. അതുകൊണ്ട് നമുക്ക് ഇതിനെ ഒരു ബൈനോമിയൽ എക്സ്പാൻഷൻ നടത്താം. So this I can write as 2l by c 1 minus v square by c square inverse. Alright, ഇനി ഇതിനെ നമുക്ക് ബൈനോമിയൽ എക്സ്പാൻഷൻ ഉപയോഗിച്ചെടുക്കാം. നമുക്കറിയാം 1 plus x whole raised to n എന്ന് പറയുന്നത് 1 plus nx plus etc. and then the higher order terms. If you retain only the first order term, it's 1 plus nx. Okay, നമ്മൾ first order terms മാത്രമാണ് എടുക്കുന്നതെങ്കിൽ this you can write as 2l by c 1 plus v square by c square. Okay, അതാണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. Tau a can be approximately written as 2l by c 1 plus v square by c square. നമുക്ക് ഹയർ ഓർഡർ ടേംസ് വേണമെങ്കിൽ എടുക്കാം. പക്ഷേ ഹയർ ഓർഡർ ടേംസ് കാരണം ഉണ്ടാകുന്ന കോൺട്രിബ്യൂഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ എക്സ്പെരിമെന്റൽ പൊസിഷനേക്കാളും എക്സ്പെരിമെന്റൽ പൊസിഷന്റെ പുറത്താണ്. സോ ഇറ്റ് ഡസൻറ്റ് മാറ്റർ. സോ വി ക്യാൻ സേഫ്ലി ടേക്ക് the binomial expansion and write this as tau is approximately equal to 2l by c multiplied by 1 plus v square by c square. Okay, this is tau a. Now let's find the tau b. Let's find tau b. പാത്ത് ബിയിലൂടെ ട്രാവൽ ചെയ്തെടുക്കുന്ന സമയം നമുക്ക് നോക്കാം. എന്നിട്ട് നമുക്ക് ടൈം ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യണം. ദാറ്റ്സ് വാട്ട് വി വാണ്ട് ടു ഡു. ഓക്കെ, ടോ ബി നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം. സോ ഇഫ് യു ലുക്ക് അറ്റ് ദിസ്, ഓക്കെ, അപ്പോൾ ലൈറ്റ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ലൈറ്റ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ ലൈറ്റ് M2 എന്നുള്ള മിററിൽ എത്തിയപ്പോഴേക്കും ദ ഹോൾ അപ്പാരറ്റസ് ഹാസ് മൂവ്ഡ് ത്രൂ ഈതർ. ഓക്കെ, ഈ M2 എന്നുള്ള മിറർ ഇവിടെ വരെ എത്തി. കറക്റ്റ്. Alright, കാരണം ഇത് ഈതറിലൂടെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. The whole apparatus along with Earth is moving through ether. Alright, so by the time light reaches the upward, the top mirror, it takes a path like this. Right, the mirror itself, the whole apparatus has moved towards the right in this case. Alright, നമ്മൾ ചിത്രം നോക്കുകയാണെങ്കിൽ സെമി സിൽവേർഡ് മിററിൽ നിന്ന് ലൈറ്റ് M2 എന്നുള്ള മിററിലേക്ക് ട്രാവൽ ചെയ്യുകയാണ്, ഈതറിലൂടെ ട്രാവൽ ചെയ്യുകയാണ്. ഓക്കെ, ആ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് ലൈറ്റ് മൾട്ടിപ്ലൈഡ് ബൈ ദ ട്രാവൽ ടൈം. ഈ ട്രാവൽ ടൈം നമുക്ക് ടോ ബി ബൈ 2 എന്ന് എഴുതാം. ടോ ബി ബൈ 2 എന്ന് എഴുതുന്നതിന് കാരണം ഈ ഫുൾ ട്രാവൽ ടൈം ആണ് ടോ ബി. ഓക്കെ, എം സെമിയിൽ നിന്ന് M2ലേക്ക് പോയി തിരിച്ച് എം സെമി എന്നുള്ള പോയിന്റിലേക്ക് എത്താനുള്ള ട്രാവൽ ടൈമാണ് നമ്മൾ ടോ ബി എന്ന് എഴുതിയത്. അപ്പോൾ ഒരു ഡയറക്ഷനിലേക്ക് പോകാനുള്ള സമയം എന്ന് പറയുന്നത് ടോ ബി ബൈ 2 എന്ന് എഴുതാം.
ഈ ഹൈറ്റ് എന്ന് പറയുന്നത്, ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് എൽ. ഈ എന്താണ് ഇന്റർഫെറോമീറ്ററിന്റെ ആം ലെങ്ത് ആണ്. What is this distance? The base distance എന്ന് പറയുന്നത് this is v multiplied by tau b by 2. കാരണം ഈ full distance എന്ന് പറയുന്നത് v tau b ആണ്. Because earth is moving with the speed v, right? And time ഇവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചെത്താനുള്ള സമയം നമ്മൾ tau b എന്നാണ് എടുക്കുന്നത്. So distance moved by earth by the time the light reaches back. ലൈറ്റ് തിരിച്ചെത്തുമ്പോഴേക്കും എർത്ത് ഈതറിലൂടെ മൂവ് ചെയ്യുന്ന ഡിസ്റ്റൻസ് ആണ് v tau b. Right? ഈ ഡിസ്റ്റൻസ് പറയുന്നത് v tau b by 2, ഇതിന്റെ പകുതി. ഇനി ഇവിടെ നമുക്ക് പൈത്തഗോറസ് തിയറം ഉപയോഗിച്ച് tau b കാൽക്കുലേറ്റ് ചെയ്യാം. റൈറ്റ്, അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് you see that c square tau b square divided by 4. Okay, that's a hypotenuse square. That's equal to L square plus v square tau b square divided by 4. Okay, now we can solve for tau b. Alright, we can solve for tau b. ഇതിനെ ഈ സൈഡിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ you see that c square tau b square divided by 4 minus v square tau b square divided by 4 is equal to L. Okay, you see that this tau b square by 4 can be taken outside. Tau b square by 4 multiplied by c square minus v square is equal to L. Okay. From here, you see that tau b square is equal to 4L divided by c square minus v square. You can calculate tau b from here. Take the square root on both sides. This is 2L divided by square root of c square minus v square. Alright, now you can pull the c square out of the square root. Okay, so that's the final step. You write tau b is equal to 2L divided by c square, square root into it becomes c, and then you have got 1 minus v square by c square. Okay, that's what we have written here. Tau b is equal to 2L by c, 2L by c into 1 by square root of 1 minus v square by c square. That's the final result. Okay, now we can actually again do this binomial expansion thing of the Taylor series. Then we can again use the approximation. Higher order terms now neglect. This is already v square by c square. Right? The higher order terms can be neglected. So this can be written as tau b is equal to 2L by c. Okay, this I can write as 1 minus v square by c square whole raised to minus 1 by 2. Right? This is actually 2L by c, 1 by 1 minus v square by c square, 1 by 2. Right? This I can write 1 by 1 minus v square by c square whole raised to 1 by 2 എന്നുള്ളതിനെ 1 minus v square by c square whole raised to minus 1 by 2 എന്ന് എഴുതാം. This becomes 2L by c, 1 plus v square divided by 2c square. Okay, അതാണ് നമുക്ക് ഇവിടെ ഉള്ളത്. Tau b is equal to 2L divided by c, 1 plus half v square by c square. Alright. Okay, അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ we can find tau a minus tau b. ഇതിന്റെ ടൈം ഡിഫറൻസ്, ഈ രണ്ട് പാത്തിലൂടെയും വരുന്ന ലൈറ്റ് ബീംസ് ട്രാവൽ ടൈമിലുള്ള ഡിഫറൻസ് എന്നുള്ളതിനെ നമുക്ക് tau a minus tau b എന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. You see that it is again it's approximately L by c v square by c square. നമ്മൾ ഇവിടെ ചെയ്യുന്നത് what we need is tau a, അതായത് പാത്ത് എയിലൂടെ ഉള്ള ട്രാവൽ ടൈം മൈനസ് tau b. Okay, tau a we have already calculated here. That's 2L by c. 2L by c. What was tau a? 2L by c, 1 plus v square by c square. Right? Minus tau b is 2L by c, 1 plus half v square by c square. So you subtract this, you see that this is equal to 2L by c can be taken common outside. This 1 and 1 cancel. V square minus half v square by c. V square by c square minus half v square by c square is half v square by c square. Right? So you see that this is finally equal to, this 2 gets cancelled, and this is L by c v square by c square. Okay, L by c v square by c square. Alright. L by c v square by c square. So this is in the difference in travel time for the two beams. This is the difference in travel time for the two beams. Okay. Alright, this is a positive quantity. This is a positive quantity. This means that the travel time in the arm A, tau A minus tau B. So the travel time in the arm A is greater than the time of travel in the arm B by an amount L by c v square by c square. അതായത് എർത്തിന്റെ മൂവ്മെന്റിന് പാരലൽ ഡയറക്ഷൻ വെച്ച ആമിലുള്ള ലൈറ്റിന്റെ ട്രാവൽ ടൈം എന്ന് പറയുന്നത്
എർത്തിന്റെ ഡയറക്ഷന് പെർപെൻഡിക്കുലർ, എർത്തിന്റെ മൂവ്മെന്റിന് പെർപെൻഡിക്കുലർ ഡയറക്ഷൻ വെച്ച ആമിലുള്ളതിനേക്കാളും L/c(v²/c²) എന്നുള്ള എമൗണ്ട് കൂടുതലാണ്. Alright, so we conclude that on the parallel arm, let's say the parallel arm time, okay, time of travel is greater than perpendicular arm time of travel, okay, perpendicular at time by a factor L/c(v²/c²). Alright, ഇത് ഈ രീതിയിൽ പറയാൻ കാരണം നമ്മൾ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാൻ പോകുന്നു. വിൽ റൊട്ടേറ്റ് ദിസ് 90 ഡിഗ്രി. Alright, അപ്പോൾ ഈ പെർട്ടിക്കുലർ ടൈം ഡിഫറൻസ് അല്ലെ പാത്ത് ഡിഫറൻസിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് പെർട്ടിക്കുലർ പാറ്റേൺ കിട്ടും, പെർട്ടിക്കുലർ ഇന്റർഫറൻസ് പാറ്റേൺ കിട്ടും. Okay, we'll get an interference pattern, light and dark fringes, bright and dark fringes. ഒരു interference pattern സ്ക്രീനിലോ അല്ലെ ടെലിസ്കോപ്പിലോ, okay, you can find this thing, you get this interference pattern. Alright, ഈ പാത്ത് ഡിഫറൻസിന് കറസ്പോണ്ടിങ് അല്ലെങ്കിൽ ഈ ടൈം ഡിഫറൻസിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഇന്റർഫറൻസ് പാറ്റേൺ കിട്ടും. ഇനി നമുക്ക് വേറെ ടൈം ഡിഫറൻസ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? Now you align your what do you say, you align the path B or arm B, you align arm B in the direction of motion of Earth's movement. Okay, arm B ഇങ്ങനെ rotate the whole apparatus like this, and then arm A is like this. Right, ഈ കേസിൽ ഏത് ടൈമാണ് കൂടുതൽ? ആം ബിയിലൂടെയുള്ള ടൈം ഓഫ് ഇതാണ് കൂടുതൽ, കാരണം പാരലൽ ഡയറക്ഷനിലുള്ള ടൈം ഓഫ് ട്രാവൽ, ലൈറ്റിന്റെ ട്രാവൽ ടൈം ആണ് കൂടുതൽ പെർപെൻഡിക്കുലർ ഡയറക്ഷനിലുള്ളതിനേക്കാൾ. അഗൈൻ യു വിൽ സീ ദാറ്റ് ഇറ്റ്സ് എക്സാക്ട്ലി L/c(v²/c²). ഓക്കെ, നമ്മൾ ടോ എ മൈനസ് ടോ ബി എടുക്കുകയാണെങ്കിൽ, ഈ കേസിൽ നമ്മൾ ടോ എ മൈനസ് ടോ ബി എടുക്കുകയാണെങ്കിൽ, അതായത് ആഫ്റ്റർ 90 ഡിഗ്രി റൊട്ടേഷൻ. ഓക്കെ, അഗൈൻ യു ഫൈൻഡ് ടോ എ മൈനസ് ടോ ബി, അതായത് ട്രാവൽ ടൈമിൽ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ കേസിൽ ടോ ബി ആണ് കൂടുതൽ ടോ എക്കാളും, കാരണം ഈ കേസിൽ ടോ ബി ആം ബി ഈസ് നൗ ഇൻ ദ ഡയറക്ഷൻ ഓഫ് മോഷൻ. അപ്പോൾ ടോ ബി ആണ് കൂടുതൽ ടോ എക്കാളും ബൈ ആൻ എമൗണ്ട് L/c(v²/c²). അപ്പോൾ ടോ ബി കൂടുതലായതുകൊണ്ട് തന്നെ, ടോ എക്കാളും കൂടുതലായതുകൊണ്ട് തന്നെ, ഇഫ് യു ഡു ദിസ് യു വിൽ ഗെറ്റ് മൈനസ് L/c(v²/c²). രണ്ട് കേസിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ടോ എ മൈനസ് ടോ ബി ആണ്. ഓക്കെ, ആദ്യത്തെ അറേഞ്ച്മെന്റിൽ എ എന്നുള്ള ആമാണ് മൂവ്മെന്റിന് പാരലൽ ആയിട്ടുള്ളത്, രണ്ടാമത്തെ അറേഞ്ച്മെന്റിൽ ബി എന്നുള്ള ആമാണ് മൂവ്മെന്റിന് പാരലൽ ആയിട്ടുള്ളത്. നമുക്കിനി ഒരു ഓറിയന്റേഷനിൽ നിന്ന് വേറെ ഓറിയന്റേഷനിലേക്ക് പോകുമ്പോഴുള്ള ടൈം ഡിഫറൻസിലുള്ള ചേഞ്ച് കാൽക്കുലേറ്റ് ചെയ്യാം. ആദ്യത്തെ കേസിലുള്ള ടൈം ഡിഫറൻസ് നമ്മൾ പറഞ്ഞു L/c(v²/c²). രണ്ടാമത്തെ കേസിലുള്ള ടൈം ഡിഫറൻസ് മൈനസ് L/c(v²/c²). Right, so how much does the time difference change when you go from one orientation to the other orientation? ഇവിടെ നമുക്ക് രണ്ടാമത്തെ ഓറിയന്റേഷൻ നമുക്ക് പ്രൈം വെച്ച് ഡിനോട്ട് ചെയ്യാം. അതിലുള്ള ടൈം ഡിഫറൻസിന് ഡെൽറ്റ ടോ പ്രൈം എന്ന് എഴുതാം. ഡെൽറ്റ ടോ പ്രൈം ഇസ് ഈക്വൽ ടു ടോ എ പ്രൈം മൈനസ് ടോ ബി പ്രൈം. ഈ കേസിൽ നേരത്തെ പറഞ്ഞ പോലെ ടോ ബി പ്രൈം ആണ് കൂടുതൽ. ഇറ്റ്സ് മോർ ദാൻ ടോ എ പ്രൈം ബൈ എ ഫാക്ടർ L/c(v²/c²). Why is it greater? Because in this case arm B is parallel to motion of Earth. ആദ്യത്തെ ഓറിയന്റേഷനിൽ ആം എ വാസ് പാരലൽ ടു മോഷൻ ഓഫ് Earth. അപ്പോൾ ഈ രണ്ട് കേസും തമ്മിൽ ഉള്ള ടൈം ഡിഫറൻസിലുള്ള ചേഞ്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. റൈറ്റ്, ആദ്യത്തെ കേസിൽ ഡെൽറ്റ ടോ ആണ്, ദാറ്റ് വാസ് L/c(v²/c²). രണ്ടാമത്തെ കേസിൽ ഡെൽറ്റ ടോ പ്രൈം ആണ്, ദാറ്റ്സ് മൈനസ് L/c(v²/c²). വാട്ട്സ് എ ചേഞ്ച് ഇൻ ടൈം ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു കേസസ്? അതിന് നമുക്ക് ഡെൽറ്റ ടി എന്ന് എഴുതാം. സോ ഡെൽറ്റ ടി is equal to ഡെൽറ്റ ടോ മൈനസ് ഡെൽറ്റ ടോ പ്രൈം, ദാറ്റ്സ് എ ചേഞ്ച് ഇൻ ടൈം ഡിഫറൻസ്. That's equal to L/c(v²/c²). ഇനി ഈ C എന്നുള്ള ക്വാണ്ടിറ്റി നമുക്ക് we can write C is equal to nu lambda. That's true for any wave. For light, C is the speed of light, so it's equal to nu lambda. And that's the phase velocity of the wave, the frequency multiplied by wavelength. C equal to nu lambda എന്ന് എഴുതുകയാണെങ്കിൽ this change in time difference, the change in time difference will denote it as delta T. That's equal to 2L by nu lambda v²/c² എന്ന് എഴുതാൻ കഴിയും. Alright, so delta T, this is the change in time difference. നമ്മൾ ഒപ്റ്റിക്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇന്റർഫറൻസ് തിയറി പറയുന്നത് ഫ്രിഞ്ച് ഷിഫ്റ്റ് എത്ര നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയും. റൈറ്റ്, എത്രത്തോളം ഷിഫ്റ്റ് ഒരു പെർട്ടിക്കുലർ ടൈം ഡിഫറൻസിലുള്ള ചേഞ്ചിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ ഇന്റർഫറൻസ് പാറ്റേൺ എത്രത്തോളം ഷിഫ്റ്റ് ചെയ്യും എന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയും. Right, so if you look at the theory, it is said that you can see that the interference pattern shifts by one fringe. Okay, shifts by one fringe. അത് എത്ര ഫ്രിഞ്ച് ഷിഫ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. It shifts by one fringe for each cycle of delay.
റൈറ്റ്? അതായത് ഈ ചേഞ്ച് ഇൻ ടൈം ഡിഫറൻസ് ഡെൽറ്റ ടി എന്ന് പറയുന്നത് ഒരു സൈക്കിളിന് കറസ്പോണ്ട് ചെയ്യുന്ന ടൈം ആണെങ്കിൽ, ഒരു സൈക്കിളിന് കറസ്പോണ്ട് ചെയ്യുന്ന ടൈം എന്ന് പറയുന്നത് അതിന്റെ പീരീഡ് ആണ്, ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ അല്ലെ, ഒരു സൈക്കിളിന് കറസ്പോണ്ട് ചെയ്യുന്ന ടൈം, ഇതിനാണ് നമ്മൾ ടൈം പീരീഡ് എന്ന് പറയുന്നത്. അതായത് ഡെൽറ്റ ടി ഇസിക്കൽ ടു ടൈം പീരീഡ് ആണെങ്കിൽ, ഈ ഓസിലേഷന്റെ ടൈം പീരീഡ് ആണെങ്കിൽ ഇറ്റ് വിൽ ഷിഫ്റ്റ് ബൈ 1 ഫ്രിഞ്ച്, ഇറ്റ് വിൽ ഷിഫ്റ്റ് ബൈ 1 ഫ്രിഞ്ച്. ഓക്കെ, അപ്പൊ നമുക്കിത് എത്ര ഫ്രിഞ്ചസ് ഷിഫ്റ്റ് ചെയ്യുന്നു എന്ന് കാണണമെങ്കിൽ വാട്ട് വി നീഡ് ഇസ് ദ നമ്പർ ഓഫ് സൈക്കിൾസ് കറസ്പോണ്ടിങ് ടു ഡെൽറ്റ ടി. ഡെൽറ്റ ടി എന്നുള്ളതിന് കറസ്പോണ്ട് ചെയ്യുന്ന എത്ര സൈക്കിൾസിന്റെ ടൈമാണ്, ഒരു സൈക്കിളിന്റെ ടൈമാണോ, 2 സൈക്കിളിന്റെ ടൈമാണോ, 0.5 സൈക്കിളിന്റെ ടൈമാണോ എന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. Alright, so you divide delta t by t. Delta t by t എന്നുള്ളത് it will give you the number of fringe shifts. Okay, delta t by t 1 ആണെങ്കിൽ fringe shift is 1. Delta t by t 2 ആണെങ്കിൽ the fringe shift is 2. Alright, because that's a time corresponding to 2 oscillations. Alright, if delta t is the time corresponding to half an oscillation, the fringe shift will be by half a fringe. The fringe shift will be by half a fringe. Alright, so delta t by t will give you the number of fringe shifts. ഡെൽറ്റ ടി എന്നുള്ള എമൗണ്ടിൽ ചേഞ്ച് ഇൻ ടൈം ഡിഫറൻസിൽ എത്ര സൈക്കിളിന് കറസ്പോണ്ട് ചെയ്യുന്ന ടൈം ഉണ്ട്. ഓക്കെ, ഡെൽറ്റ ടി എന്നുള്ള ചേഞ്ചിൽ, ടൈം ഡിഫറൻസ് ഉള്ള ചേഞ്ചിൽ എത്ര സൈക്കിളിന് കറസ്പോണ്ട് ചെയ്യുന്ന ടൈം ഉണ്ട്, ഹൗ മെനി സൈക്കിൾസ് ആർ ദർ. ഓക്കെ, ദ ടൈം കറസ്പോണ്ടിങ് ഹൗ മെനി സൈക്കിൾസ് ആർ ദർ ഇൻ ഡെൽറ്റ ടി, അതാണ് നമ്മൾ നോക്കുന്നത്. സോ ഡെൽറ്റ ടി ബൈ ടി വിൽ ഗിവ് യു ദ നമ്പർ ഓഫ് ഫ്രിഞ്ച് ഷിഫ്റ്റ്സ്. If delta t by t is 1, the fringe shift is 1. Right? അപ്പോൾ delta t by t 1 by t, okay, 1 by time period എന്നുള്ളതിനെ നമ്മൾ ഫ്രീക്വൻസി എന്ന് വിളിക്കുന്നത്. So this is nu multiplied by delta t. This is the number of fringe shifts. So n can be written as nu multiplied by delta t. നമ്മൾ delta t already എഴുതിയിട്ടുണ്ടായിരുന്നു. It was 2l by nu lambda v square by v square by c square. അപ്പോൾ ഇതിനെ nu കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ you will get 2l by lambda v square by c square. Okay, so the orbital speed of earth around the sun gives v by c equal to 10 raised to minus 4. നമ്മൾ എർത്തിന്റെ ഓർബിറ്റൽ സ്പീഡ് എടുക്കുകയാണെങ്കിൽ v by c എന്നുള്ളത് 10 raised to minus 4 ആണെന്ന് കാണാൻ കഴിയും. അപ്പോൾ l equal to 1.2 മീറ്റർ എടുക്കുക. ടേക്ക് l, ആമിന്റെ ലെങ്ത് 1.2 മീറ്റർ, v by c equal to 10 raised to minus 4. അതുപോലെ സോഡിയം ലാമ്പാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. lambda is equal to 590 into 10 raised to minus 9 meter. ഇതൊക്കെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ you will see that the fringe shift is by 0.04 of a fringe. Okay, 0.04 fringe. Okay, fringe shift 0.04 fringe. ഒരു ഫ്രിഞ്ചിന്റെ തിക്നെസിന്റെ 0.04 അത്ര ഷിഫ്റ്റ് ആവുന്നതാണ് പ്രതീക്ഷിക്കുന്നത് in this experiment. Alright, അപ്പോൾ ഇത്ര അക്യുറസി നമുക്ക് ഉണ്ടെങ്കിൽ നമ്മുടെ എക്സ്പെരിമെന്റിൽ ഒരു ഫ്രിഞ്ചിന്റെ 0.04, okay, അത്ര എമൗണ്ട് 0.04 ദ ഫ്രിഞ്ച് തിക്നെസ്, ഫ്രിഞ്ചിന്റെ തിക്നെസിന്റെ 0.04 എമൗണ്ട് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നു. അങ്ങനെയാണെങ്കിൽ വി ഹാവ് ഡിറ്റക്റ്റഡ് മൂവ്മെന്റ് ഓഫ് എർത്ത് ത്രൂ ഈതർ. അപ്പോൾ ജനറലി ഇത് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. So in his initial attempt, and surprisingly, they could not detect any fringe shift. Right? The final answer is that the final result is that they were not able to predict any fringe shift. There was no fringe shift. Okay? So in his initial attempt in 1881, Michelson searched for a fringe shift as the rotation of Earth changed the direction, but there was no fringe shift. Okay? In 1887, he repeated the experiment in collaboration with Morley. Okay? So they made it more accurate and all that. And they put it on 35 centimeter thick granite slab and floated the whole apparatus in mercury so that it could be rotated, take any orientation, etc. But nothing happened. Okay. Then the path length was extended by a factor of 10 using multiple reflections. Again, there was no fringe shift. The Michelson Morley experiment has been refined and repeated over the years, but no effect of motion through the ether has ever been detected. Right? So this is a failure. It's a negative result. All right? They could not find what they expected to find, even though their experimental arrangement was very accurate. Right? So the Michelson Morley experiment is one of the most famous negative results in physics. Okay? It was one of the most famous negative results in physics. Okay? And there have been various attempts. പലരും പല രീതിയിൽ ഇതിനെ നെഗറ്റീവ് റിസൾട്ടിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചു. കാരണം അന്നത്തെ ഇലക്ട്രോമാഗ്നറ്റിസം, മാക്സ്വെലിന്റെ തിയറിയും അന്നത്തെ നമ്മുടെ അറിവ് അനുസരിച്ച് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഫ്രിഞ്ച് ഷിഫ്റ്റ് ഉണ്ടാവും എന്നാണ്. പക്ഷെ ഫ്രിഞ്ച് ഷിഫ്റ്റ് ഉണ്ടാവുന്നില്ല. അപ്പോൾ ഇതിനെ വിശദീകരിക്കാൻ പല രീതിയിലുള്ള പ്രപ്പോസൽസും ഉണ്ടായിട്ടുണ്ട്. അതിലൊന്ന് ലെങ്ത് കോൺട്രാക്ഷൻ ഉണ്ടാവുന്നു എന്നുള്ള ഒരു പ്രപ്പോസലായിരുന്നു. ഓക്കെ, ഫിറ്റ്സ്ജെറാൾഡും ലോറൻസും
GF ഫിറ്റ്സ്ജെറാൾഡും ലോറൻസും കൂടി ശരിക്കും ചിലപ്പോൾ ഈ മൂവ്മെന്റ് ആണ് ലെങ്ത് കോൺട്രാക്ട് ആവുന്നുണ്ടാവും, അതുകൊണ്ടായിരിക്കും ഫ്രിഞ്ച് ഷിഫ്റ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റാത്തത് എന്ന രീതിയിലൊരു ഇതൊക്കെ മുന്നോട്ട് വെച്ചിരുന്നു. പല തിയറീസ് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ഉള്ള പല തിയറീസ് മുന്നോട്ട് വെച്ചു. പക്ഷേ ഇതിന്റെ ഫൈനൽ ആൻസർ, ഇതിന്റെ ഫൈനൽ സിമ്പിൾ ആൻസർ ഐൻസ്റ്റൈൻ ആണ് പറഞ്ഞത് സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയിൽ. സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയിൽ ഐൻസ്റ്റൈൻ എത്തിയ കൺക്ലൂഷൻ ഇതാണ്: ദ സ്പീഡ് ഓഫ് ലൈറ്റ് മസ്റ്റ് ബി എ കോൺസ്റ്റന്റ് ഫോർ ഓൾ ഒബ്സർവേഴ്സ്. എല്ലാ ഒബ്സർവേഴ്സിനും ലൈറ്റിന്റെ സ്പീഡ് കോൺസ്റ്റന്റ് ആയിരിക്കണം എന്നുള്ളൊരു കൺക്ലൂഷനിലെത്തി. അങ്ങനെ കോൺസ്റ്റന്റ് ആണെങ്കിൽ നമുക്ക് ഈ കേസിൽ പറഞ്ഞാൽ സി മൈനസ് വിയും സി പ്ലസ് വി ഒന്നും ഡിനോമിനേറ്ററിൽ നേരത്തെ പോലെ ഉണ്ടാവില്ല, ആൻഡ് വി വോണ്ട് എക്സ്പെക്ട് എനി ഫ്രഞ്ച് ഷിഫ്റ്റ്. Right? So Einstein's theory, special theory of relativity, could explain this particular result. Okay, this particular negative result. Okay. Alright. ഇനി നമ്മൾ ഈതറിന്റെ റോൾ എടുത്ത് നോക്കണം. മാക്സ്വെല്ലിന്റെ ഇക്വേഷൻ എടുക്കുകയാണ്, അല്ലെങ്കിൽ ഇലക്ട്രോഡൈനാമിക്സ് എടുക്കുകയാണെങ്കിൽ അതിൽ ഈതറിന്റെ റോൾ എന്ന് പറയുന്നത് അബ്സല്യൂട്ട് റെസ്റ്റ് ഫ്രെയിം ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ്. Right? പക്ഷെ അബ്സല്യൂട്ട് റെസ്റ്റ് ഫ്രെയിമിന് കറസ്പോണ്ട് ചെയ്യുന്ന ഒന്നും തന്നെ എക്സ്പെരിമെന്റ്സിൽ കാണാൻ കഴിഞ്ഞിട്ടില്ല. ഇലക്ട്രോമാഗ്നറ്റിക് എക്സ്പെരിമെന്റ്സ്, ലൈറ്റിന്റെ സ്പീഡ് മെഷർ ചെയ്യുന്ന എക്സ്പെരിമെന്റ്സ്, മൈക്കിൾസൺ മോർലി എക്സ്പെരിമെന്റ്, ഇവിടെയൊന്നും റെസ്റ്റ് ഫ്രെയിമിന് കറസ്പോണ്ട് ചെയ്യുന്ന യാതൊരു റിസൾട്ടും കാണാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ റെസ്റ്റ് ഫ്രെയിമിന്റെ ആവശ്യമില്ല. അതായത് ദിസ് ആക്ച്വലി സേസ് ദാറ്റ് ലോസ് ഓഫ് ഇലക്ട്രോഡൈനാമിക്സ് ഡു നോട്ട് ആക്ച്വലി ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ റെസ്റ്റ് ഫ്രെയിം ആൻഡ് മൂവിംഗ് ഫ്രെയിം. അങ്ങനെ ഒരു ഡിസ്റ്റിങ്ഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ റെസ്റ്റ് ഫ്രെയിം ഡിഫൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. റെസ്റ്റ് ഫ്രെയിം ഡിഫൈൻ ചെയ്യേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെ ഈതർ എന്നുള്ള കോൺസെപ്റ്റ് ഇലക്ട്രോഡൈനാമിക്സിന്റെ ഭാഗമായിട്ട് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. Alright, so you say that this concept of ether becomes superfluous. Superfluous means it's just there, it does not explain anything. It does not explain anything new. അതില്ലെങ്കിലും തിയറി വർക്ക് ചെയ്യും. So we can get rid of this particular extra concept. We don't need this extra concept. Okay. So Einstein showed that Maxwell's equations were not valid in just one special inertial frame. ഒരു ഇനർഷ്യൽ ഫ്രെയിമിൽ മാത്രമല്ല, എല്ലാ ഇനർഷ്യൽ ഫ്രെയിംസിലും വാലിഡ് ആണ്. ഈ സ്പെഷ്യൽ ഇനർഷ്യൽ ഫ്രെയിം എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്ന ഈതറിനെ അപേക്ഷിച്ച് റെസ്റ്റിലുള്ള ഫ്രെയിമിലാണ്. ആ ഫ്രെയിമിൽ മാത്രമല്ല, എല്ലാ റെഫറൻസ് ഫ്രെയിമിലും ഇത് വാലിഡ് ആണെന്നാണ് ഐൻസ്റ്റൈൻ പ്രൂവ് ചെയ്തത്. Alright, so the ether hypothesis did not explain anything. It could finally be discarded. അപ്പോൾ കുറെ കാലമായിട്ടുണ്ടായിരുന്ന ether hypothesis, finally this ether hypothesis could be discarded. We could forget about this ether once and for all. Okay. മൈക്കിൾസൺ മോർലി എക്സ്പെരിമെന്റ് ആണ് പലപ്പോഴും സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയുടെ സെക്കൻഡ് പോസ്റ്റുലേറ്റിനുള്ള മോട്ടിവേഷൻ ആയിട്ട് പല ടെക്സ്റ്റ് ബുക്കുകൾ ഉപയോഗിക്കുന്നത്. പക്ഷെ ഐൻസ്റ്റൈന്റെ തിയറി, നമ്മൾ ഐൻസ്റ്റൈന്റെ പേപ്പർ എടുത്ത് നോക്കുകയാണെങ്കിൽ, ഐൻസ്റ്റൈന്റെ ആർഗ്യുമെന്റ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ, ഈ മൈക്കിൾസൺ മോർലി എക്സ്പെരിമെന്റ് അങ്ങനെ ഒരു ക്രൂഷ്യൽ റോൾ ഒന്നും ഉണ്ടായിരുന്നില്ല. മൈക്കിൾസൺ മോർലി എക്സ്പെരിമെന്റ് കണ്ടിട്ട് ഓക്കെ അങ്ങനെയാണ് ലൈറ്റിന്റെ സ്പീഡ് കോൺസ്റ്റന്റ് ആക്കിയേക്കാം എന്നല്ല ഐൻസ്റ്റൈൻ, എന്ന രീതിയിലല്ല ഐൻസ്റ്റൈൻ മുന്നോട്ട് പോയത്. ഹി ഹാഡ് more arguments. Okay, he had more arguments about this. He had theoretical arguments, other experimental observations. Alright, അപ്പോൾ ഈ ഒരൊറ്റ എക്സ്പെരിമെന്റിൽ നിന്നല്ല ഐൻസ്റ്റൈൻ സെക്കൻഡ് പോസ്റ്റിലേക്ക് പോയത്. Alright, അപ്പോൾ ഐൻസ്റ്റൈൻ ഇതിനെക്കുറിച്ച് മൈൽഡ്ലി അവെയർ ആയിരുന്നു, ഇങ്ങനെ ഒരു എക്സ്പെരിമെന്റ് ഉണ്ടായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് മൈൽഡ്ലി അവെയർ ആയിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ ബയോഗ്രാഫേഴ്സ് മനസ്സിലാക്കുന്നത്. But it was not crucial. Alright, Michelson Morley experiment was not crucial to Einstein's arguments. അപ്പോൾ ഈ മൈക്കിൾസൺ മോർലി എക്സ്പെരിമെന്റിനെ സ്പെസിഫിക് ആയിട്ട് ഐൻസ്റ്റൈൻ സൈറ്റ് ചെയ്യുന്നില്ല. വേറെ പല ആർഗ്യുമെന്റ്സും പറയുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി മുന്നോട്ട് വെച്ച പേപ്പറിന്റെ ടൈറ്റിൽ ഓൺ ദ ഇലക്ട്രോഡൈനാമിക്സ് ഓഫ് മൂവിംഗ് ബോഡീസ് എന്നുള്ളതായിരുന്നു. ഓക്കെ, അപ്പൊ അതിൽ മൈക്കിൾസൺ മോർലി എക്സ്പെരിമെന്റിനെ കുറിച്ചാണോ എന്നറിയില്ല, പക്ഷെ അതിനെക്കുറിച്ച് ആയേക്കാവുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഇത് മാത്രമാണ്: എക്സാമ്പിൾസ് ഓഫ് ദിസ് സോർട്ട് ടുഗെദർ വിത്ത് the unsuccessful attempts to discover any motion of earth relatively to light media, ഇത് ഈതറാണ്, suggests that the phenomena of electrodynamics as well as the mechanics possess no properties corresponding to the idea of absolute rest. Electrodynamics എടുത്താലും മെക്കാനിക്സ് എടുത്താലും അബ്സല്യൂട്ട് റെസ്റ്റ് എന്നുള്ള കോൺസെപ്റ്റിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന യാതൊരു ഒബ്സർവേഷനും ഇല്ല. ഓക്കെ, അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമേ ഇവിടെ മൈക്കിൾസൺ മോർലി എക്സ്പെരിമെന്റിനൊന്നും സൈറ്റ് ചെയ്തിട്ടില്ല. Alright, അപ്പൊ അത്തരം എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു എന്നുള്ളത് ഐൻസ്റ്റൈൻ അവെയർ ആയിരുന്നു. ബട്ട് his argument that did not crucially depend on this particular experiment. In any case, this is a historically important experiment. Alright, nowadays many textbooks start with this Michelson Morley experiment to motivate the second postulate of special theory of relativity. Okay, so with that we'll conclude our discussion of Michelson Morley experiment. Thank you.